മൂത്താമ്പാക്കൽ സാല കൊച്ചുമുദേശിയുടെ ജീവിതത്തിന്റെ അവസാന നാളുകളാണ്. 1945 ഓഗസ്റ്റ് മാസം ശാരീരികമായ ക്ലേശം വർദ്ധിക്കുകയാണ്. രാമനാട്ട് എന്ന സ്ഥലത്ത് ഉപദേശി ശുശ്രൂഷ ചെയ്യുകയാണ്. 1 മാസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് പോയത്. പക്ഷേ ശരീരത്തിന് ബലമില്ലാത്തത് കൊണ്ട് 1.5 ആഴ്ച കഴിഞ്ഞ് മടങ്ങി വന്നു ഇടയാറമുള്ള ഇളാകയിലെ വീട്ടിലേക്ക്. അന്ന് രാത്രിയിലും തന്റെ ഡയറിയിൽ ഇങ്ങനെ ഉപദേശി കുറിച്ചു വെച്ചു: ഞാൻ വളരെ ക്ഷീണിതനാണെങ്കിലും എന്റെ അവസാന ശ്വാസം വരെ തിരുവചന സത്യങ്ങൾക്കായി എന്റെ അധരം തുറക്കപ്പെട്ടിരിക്കും, എന്റെ തൂലിക ഓടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പിന്നീട് അടുത്തുള്ള കുറിയന്നൂർ സെന്റ് തോമസ് പള്ളിയിൽ ചില ശുശ്രൂഷകൾ ഉപദേശി പോയി സംബന്ധിച്ചു. വളരെ ക്ഷീണിതനായപ്പോൾ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വന്നു. തുടർന്നുള്ള 4 ദിവസങ്ങളിൽ മുത്താമ്പാക്കലെ ചാപ്പലിൽ തന്നെ ഉപദേശി ദൈവവചന ശുശ്രൂഷ നിർവഹിച്ചു. ആ നാളുകളിലൊക്കെ പ്രസംഗിച്ച പ്രസംഗം മണവാട്യസഭ, കർത്താവിന്റെ 2ാമത്തെ വരവ്, അത് കേൾക്കാൻ ആവലോടെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളുകൾ തടിച്ചുകൂടി. അവരോടെല്ലാം ഉപദേശി പറഞ്ഞു: മക്കളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഈ ലോകത്തിൽ ഉറപ്പുള്ളത് മാത്രമേ ഉള്ളൂ, തമ്പുരാന്റെ വരവാണ്. ഉറപ്പുള്ള നിശ്ചയമുള്ള ഒരു കാര്യമേ ഉള്ളൂ. ആ ഉറപ്പുള്ള നിശ്ചയമുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുക്കപ്പെടണം. ഞാൻ എന്നെ തന്നെ ഒരുക്കുന്ന നാളുകളാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങളും ഒരുങ്ങണമെന്ന് ഉപദേശി ആത്മനിറവിൽ ജനത്തോട് പറഞ്ഞു. പിന്നെ 3 മാസം കിടപ്പിലായി. ഭക്ഷണ രീതികളൊക്കെ തെറ്റിക്കുന്നില്ല. രോഗശീലാണെങ്കിലും ഉപവാസത്തിന് മുടക്കമില്ല. തന്റെ ജീവിതത്തിന്റെ സായാഹ്നം സമീപിച്ച വിവരം തന്റെ പ്രിയ ശിഷ്യൻ ചാക്കോ സന്യാസിയോട് ഉപദേശി ഹൃദ്യമായി പങ്കുവച്ചു. താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ സംസ്കാര ശുശ്രൂഷ എപ്രകാരം നിറവേറ്റണമെന്ന് വ്യക്തമായി എഴുതിയ ഡയറി ഉപദേശി ചാക്കോ സന്യാസിയുടെ കയ്യിൽ കൊടുത്തു. തന്നെ ഉടുപ്പിക്കേണ്ട മുണ്ട്, തന്നെ ധരിപ്പിക്കേണ്ട ഉടുപ്പ്, തന്നെ പുതക്കേണ്ട നേരിയത് ഞാൻ കഴുകി തേച്ച് വെച്ചിട്ടുണ്ടെന്ന് വ്യക്തമായി ചാക്കോ സന്യാസിയോട് പറഞ്ഞു. 1945 നവംബർ 29 ഭാര്യ, മക്കൾ, പ്രിയപ്പെട്ടവർ കിടക്കരികിലുണ്ട്. ഉപദേശി മൃദുവായ ശബ്ദത്തിൽ ചോദിച്ചു: ഇന്ന് ഏത് ദിവസമാണ്? കൂടുതൽ പറഞ്ഞു: ഉപദേശി, ഇന്ന് വ്യാഴാഴ്ചയാണ്. പ്രത്യാശയുടെ ഉപദേശി പ്രകാരം പറഞ്ഞു: നാളെ എന്റെ കർത്താവിന്റെ ദിവസമാണ്, നാളെ എന്റെ കർത്താവിന്റെ ദിവസമാണ്. 1945 നവംബർ 30 തന്നെ പ്രധാന മുറിയിലേക്ക്, വീടിന്റെ പ്രധാന മുറിയിലേക്ക് മാറ്റിക്കിടത്താൻ ഉപദേശി പറഞ്ഞു. നിങ്ങൾ പാടേണ്ട പാട്ടുകൾ കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ ഭാഗ്യമേറും നാടൊന്നുണ്ടത് ഈ ഗാനങ്ങൾ ആവർത്തിച്ച് പാടിക്കൊണ്ടേയിരിക്കണമെന്ന് ഉപദേശി നിഷ്കർഷിച്ചു. അന്ന് രാവിലെ 8:45 മണിക്ക് തനിയെ കയ്യും കാലും കട്ടിലിൽ നിവർത്തി വെച്ച് തന്നെ കണ്ണുകൾ പ്രത്യാശയോടെ പൂട്ടി താൻ പ്രിയം വെച്ച് പൊന്നുകർത്താവിന്റെ സവിധത്തിലേക്ക് ഉപദേശി പറന്നുപോയി. 62 വയസ്സുവരെ ഈ ഭൂമിയിൽ ഒരു മാലാഖയെ പോലെ ജീവിച്ച വിശുദ്ധനായ ഒരു മനുഷ്യൻ ജീവിച്ച സഭയാണ് മലങ്കര മാർത്തമ സുറിയാനി സഭ. മറക്കരുത് പ്രിയരെ, എന്താ ഭക്തൻ പാടിയത്? എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ. എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ. മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. എനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കിയേ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ജീവിക്കുന്ന വിശ്വാസം
ലിവിങ് ഫെയ്ത്ത്. യോബിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ആദ്യ ദിവസം നാം ധ്യാനിച്ചത് എൻഡ്യൂറിംഗ് ഫെയ്ത്ത് എന്ന വിഷയമാണ്, സഹിക്കുന്ന വിശ്വാസം. രണ്ടാം ദിവസം പ്രഭാതത്തിൽ ക്ഷിപ്ര, പൂവ, സൂതികർമ്മിണികളുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നാം ധ്യാനിച്ചത് വിറ്റ്നസിംഗ് ഫെയ്ത്ത് എന്ന വിഷയമാണ്, സാക്ഷിക്കുന്ന വിശ്വാസം. അന്നേ ദിവസം രാത്രി എബേസിന്റെ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ട് നാം അന്ന് ചിന്തിച്ച ചിന്താവിഷയം പ്രേയിങ് ഫെയ്ത്ത് എന്ന ചിന്താവിഷയമാണ്. ഇന്നലെ രാത്രിയിൽ നാം ധ്യാനിച്ചത് നല്ല ശമരിയക്കാരന്റെ ഉപമയായിരുന്നു. ഉപമയായി തീർന്ന ക്രിസ്തു പറഞ്ഞ ശ്രേഷ്ഠമായ ഉപമയെ ധ്യാനിച്ചുകൊണ്ട് നാം ചിന്തിച്ച ചിന്താവിഷയം പ്രാക്ടീസിംഗ് ഫെയ്ത്ത് എന്ന ചിന്താവിഷയമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് ഫ്രൂട്ട്ഫുൾ ഫെയ്ത്ത്, ഫലദായകമായ വിശ്വാസം എന്ന ചിന്താവിഷയമാണ്. നമുക്ക് ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ട വേറെ ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം അവസാനത്തെ അധ്യായം 50 അധ്യായം, അതിന്റെ 24, 25, 26 വാക്യങ്ങൾ. അനന്തരം യോസഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. ഒരു വാക്യം കൂടെ, ചാപ്റ്റർ 49 വേഴ്സ് 22, 49 അധ്യായത്തിന്റെ 22 വാക്യം കൂടെ. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. തലകളെ വണക്കാം പ്രാർത്ഥനയ്ക്കായി. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന് കാതോർക്കുവാൻ ഞങ്ങളുടെ ആയുസ്സിൽ വീണ്ടും ഒരുക്കി തന്ന ഈ പുണ്യമായ നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് വളരെ വ്യക്തമായി, വ്യക്തിപരമായി നിന്റെ ആലോചന പകർന്നു തന്നതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പകൽക്കാലവും കർത്താവേ, വാഞ്ചയോടെ നിന്റെ സന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന ഈ നിന്റെ പ്രിയ മക്കളോട് തമ്പുരാൻ വളരെ ഹൃദ്യമായി, വ്യക്തമായി, വ്യക്തിപരമായി ഇടപെടണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളാരും വന്നതുപോലെ മടങ്ങരുതേ, ഞങ്ങളാരും ഇരുന്നതുപോലെ എഴുന്നേൽക്കരുതേ, ഞങ്ങളാരും വന്ന വഴികളിൽ മടങ്ങിപ്പോകാൻ അനുവദിക്കരുതേ. ഒരു പുതിയ ബലത്തോടെ, ഒരു പുതിയ ശക്തിയോടെ, ഒരു പുതിയ സമർപ്പണത്തോടെ കർത്താവെ, ഒരു പുതിയ അഭിഷേകത്തോടെ കർത്താവെ, ഞങ്ങൾ മടങ്ങിപ്പോകാൻ ഞങ്ങൾക്ക് തുണ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ പുസ്തകത്തിലെ ദൈവം ഈ പകൽക്കാലം ഞങ്ങളുടെ ജീവിതങ്ങളെ സന്ദർശിച്ചുവെന്ന് ഒരു സാക്ഷ്യം പറയാൻ പര്യാപ്തമായ വിധത്തിൽ തമ്പുരാൻ ഈ പകൽക്കാലം ഞങ്ങളുടെ ജീവിതങ്ങളെ സന്ദർശിക്കണമേ. വചനത്തിന്റെ ശക്തി, ഹല്ലേലൂയ. ഓ വചനത്തിന്റെ സ്വാധീനം, ഹല്ലേലൂയ. ഓ വചനത്തിന്റെ മഹത്വം, അതിന്റെ നിസ്തുല്യത, ഈ വചനം കേൾക്കുന്ന, വചന ശബ്ദം കേൾക്കുന്ന എല്ലാ ജീവിതങ്ങളും അനുഭവിച്ചറിയാൻ, ഹല്ലേലൂയ, ആത്മനിറവോടെ ഈ വചനം പ്രഘോഷിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയുടെ എല്ലാ മഹത്വവും പിതാവിന്റെ പുണ്യപിതാവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ബലഹീനനെ ക്രൂശന്റെ മറവിൽ മറയ്ക്കണമേ. ശരണപ്പെടാൻ കൃപയല്ലാതെ മറ്റൊന്നുമില്ല ബലമായി. അതധികമായി എന്റെ മേൽ പകർന്നു വയ്ക്കണമേ. മശിഹായുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവദാനമായ നമ്മുടെ ജീവിതം നന്നായി ആരംഭിക്കുവാനും നന്നായി അവസാനിപ്പിക്കുവാനും കഴിയുന്നത് എത്രയോ ധന്യമായ, അനുഗ്രഹദായകമായ ഒരനുഭവമാണ്. നന്നായി ആരംഭിച്ച പലരുടെയും അവസാനം ദുഃഖപൂർണവും ദുരിതപൂർണവും ദുരന്തപൂർണവുമായിരുന്നു എന്നുള്ളതിന് വേദപുസ്തകം തന്നെ ഒരു മുന്നറിയിപ്പാണ്. ശിംശോൻ നന്നായി തുടങ്ങിയവനാണ്, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാണ്, നാസീർ വിധക്കാരനാണ്.
സൂര്യനെ പോലെ തേജസ് ഉണ്ടായിരുന്നവനാണ്. പരാക്രമശാലിയാണ്. ഒരു കഴുതയുടെ താടിയെല്ല് കൊണ്ട് 1000 ഫെലിസ്ത്യരെ കൊന്നൊടുക്കിയവനാണ്. 300 കുറുക്കന്മാരെ ഈരണ്ടിരണ്ടായി അയച്ച് ഫെലിസ്ത്യരുടെ വിളകളെ നശിപ്പിച്ചു കളഞ്ഞ് അവരെ ഭയപ്പെടുത്തിയവനാണ്. എന്നാൽ ദൈവത്തോടുള്ള അവിശ്വസ്തത, തന്റെ രഹസ്യ ജീവിതത്തിന്റെ പാപം, ആളുകൾ കാണുന്ന മേഖലകളിൽ അവൻ യോദ്ധാവായിരുന്നു. ആളുകൾ കാണാത്ത വ്യക്തിപരമായ പോരാട്ടങ്ങളിൽ, രഹസ്യ വഴികളിൽ അവൻ പാപിയായിരുന്നു. ആ പാപം അവന്റെ ഉള്ളിൽ ദൈവം പകർന്ന അഭിഷേകത്തിന്റെ ആത്മാവിനെ കെടുത്തിക്കളയാൻ പര്യാപ്തമായി. ഒരു ദലീലയുടെ മടിയിൽ തലവെച്ച് അവൻ അന്തിയുറങ്ങി. അവന്റെ ശക്തി മുഴുവൻ ക്ഷയിച്ച്, നമുക്കറിയാം പ്രിയമുള്ളവരെ, കണ്ണ് അന്ധനായി, ദാഗോന്റെ ക്ഷേത്രത്തിൽ ചക്കാട്ടുന്നവനായി, ശപിക്കപ്പെട്ടവനായി തീർന്ന ഒരു നാസീവതക്കാരൻ നമുക്കൊരു മുന്നറിയിപ്പാണ്. ദേമാസ് പൗലോസിന്റെ കൂട്ടുവേലക്കാരനാണ്. സുവിശേഷത്തിന് വേണ്ടി ജീവിതം വേർതിരിച്ചവനാണ്. താൻ എഴുതിയ പല ലേഖനങ്ങളിലും ദേമാസ് എന്നോടൊപ്പം വന്ദനം ചൊല്ലുന്നുവെന്ന് എഴുതുവാൻ പ്രാഗൽഭ്യമുണ്ടായിരുന്ന ഒരു കോ വർക്കർ ഓഫ് ദി ഗോസ്പൽ. എന്ത് സംഭവിച്ചു? തിമോഥെയോസ് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് വളരെ വേദനയോടെ പറയുന്നു. 2 തിമോഥെയോസ് 4:10 നാം ഇങ്ങനെ വായിക്കുന്നു, ദേമാസ് എന്നെ വിട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥാൽ അവൻ സുവിശേഷത്തെ വിട്ടു, അവന്റെ നിയോഗത്തെ വിട്ടു, ദൈവത്തെ വിട്ടു, അവന്റെ വിളിയെ വിട്ടു, ദൈവ ആരാധനയെ വിട്ടു, കൂട്ടായ്മ വിട്ടു, എല്ലാം വിട്ടിട്ട് അവൻ ലോകത്തെ സ്നേഹിച്ച് തെസ്സലോനിക്കയിലേക്ക് പോയി. പിന്നെ അറിയപ്പെടാത്തവനായി തീർന്നു എന്നുള്ളതും നമുക്ക് ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ നന്നായി തുടങ്ങിയ പലരുടെയും ജീവിതം നിരാശപൂർണമായിരുന്നു എന്നുള്ളത് നാം വിസ്മരിപ്പാൻ പാടില്ലാത്ത യാഥാർത്ഥ്യമാണ്. എന്നാൽ തുടക്കവും ഒടുക്കവും ഒരുപോലെ മനോഹരമാക്കിയ, ഒരുപോലെ അനുഗ്രഹപൂർണമാക്കിയ, ഒരുപോലെ ഫലപ്രദമാക്കി തീർത്ത യാക്കോബിന്റെ മകനായ യോസഫാണ് ഈ പകലിങ്കലെ നമ്മുടെ ധ്യാന വിഷയം. യാക്കോബിന്റെ 11ാമത്തെ മകൻ, തന്റെ ഇഷ്ടഭാര്യയായ റാഹേലിൽ ജനിച്ച മൂത്ത മകൻ, അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ഫലമായി ദൈവം നൽകിയ അരുമസന്താനം, ഹാരാനിൽ വടക്കേ മെസൊപ്പൊത്താമിയയിൽ BC 18-ാം നൂറ്റാണ്ടിലാണ് ജോസഫ് ജനിക്കുന്നത്. ജോസഫ് ജനിച്ച ശേഷം യാക്കോബിന്റെ കുടുംബം കനാനിലേക്ക് പോവുകയാണ്. ചരിത്രം നമുക്കറിയാം. യാക്കോബും തന്റെ പിതാക്കന്മാരെ പോലെ മൃഗസമ്പത്തും ആടുമാടുകളും കൃഷിയിടങ്ങളും പൊന്നും വെള്ളിയും ധാരാളമുണ്ടായിരുന്ന, ദേശത്ത് വഹിക്കാൻ പറ്റാത്ത സമ്പത്തിന്റെ ഉടമയായിരുന്നു. യോസഫ് തന്റെ വാർദ്ധക്യത്തിലെ സന്തതിയായിരുന്നത് കൊണ്ട് യാക്കോബ് അവൻ എല്ലാ മക്കളിലും വെച്ച് അധികം സ്നേഹിച്ചുവെന്ന് വേറെ പുസ്തകം പറയുന്നു. ആ സ്നേഹത്തിന്റെ അടയാളമായി വലിയ ആദരവോടെ അപ്പൻ നൽകിയ ഒരു സമ്മാനമുണ്ട്, ഒരു നിലയങ്കിയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നീയോട് സ്തോത്രം. അപ്പോൾ അപ്പന്റെ സ്നേഹവാത്സല്യങ്ങൾ ഒരുപാട് അനുഭവിച്ച് വളരുവാൻ ഭാഗ്യം ലഭിച്ച ഒരു പ്രിയ മകനാണ് യോസഫ്. യോസഫ് എന്ന പേരിന് മനോഹരമായ അർത്ഥമുണ്ട്. വാട്ട്സ് ദ മീനിങ് ഓഫ് ദ വേർഡ് ജോസഫ്? ലെറ്റ് ഗോഡ് ഇൻക്രീസ് എന്നാണ്. യഹോവ വർദ്ധിപ്പിക്കട്ടെ, ദൈവം ഉയർത്തട്ടെ, യഹോവ ഉയർത്തട്ടെ എന്നാണ് യോസഫ് എന്ന പേരിന്റെ അർത്ഥം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജോസഫിന്റെ ജീവിതം അപ്രകാരം തന്നെയായിരുന്നു. താൻ ഉയരാൻ ആഗ്രഹിച്ചില്ല, താൻ ഉന്നതനാകാൻ താല്പര്യപ്പെട്ടില്ല, അവൻ പേരിന് വേണ്ടി കൊതിച്ചില്ല, പ്രശസ്തിയുടെ പുറകെ പോയില്ല, ആളാകാൻ താല്പര്യപ്പെട്ടില്ല. എന്ന് ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ ദുര്യോഗം അതാണ്. ആളാകാൻ താല്പര്യപ്പെടുന്നവർ ഏറെയുണ്ട്. മുമ്പിൽ നിൽക്കാൻ, സ്ഥാനാർത്ഥിയാകാൻ, വോട്ട് പിടിക്കാൻ, എല്ലാ സ്ഥാനങ്ങളും അലങ്കരിക്കാൻ. ഒരു സ്ഥാനം ഒരിക്കൽ കിട്ടിയാൽ പിന്നെ മറ്റൊരു സ്ഥാനമില്ലാതിരിക്കപ്പൊറുതിയില്ല. ജോസഫ് ഉയരാൻ ശ്രമിച്ചില്ല. തന്നെ ദൈവം ഉയർത്തിയാലേ ആ ഉയർച്ച ശാശ്വതമാകുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ജോസഫ് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ തന്നെ ദൈവം ഉയർത്താൻ വേണ്ടി കാത്തിരുന്നവനാണ്. ചരിത്രം നാം പഠിക്കാൻ പോവുകയാണ്. താൻ ഉയരാൻ ശ്രമിച്ചില്ല. ദൈവമേ, നീ ഉയർത്തിയാലേ ആ ഉയർച്ച ശാശ്വതമാകൂ. എന്റെ ഉയർച്ച ശാശ്വതമാകണമെങ്കിൽ, കർത്താവേ എന്റെ ഗ്രോത്ത് ഇറ്റേണൽ ആകണമെങ്കിൽ, ലെറ്റ് യു ബ്രിങ് മീ അപ്പ്, എന്നെ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചവൻ. ജോസഫിന്റെ ലൈഫിന്റെ 3 ഫേസസ് നമുക്ക് ഇങ്ങനെ വേണം പറയാം. ആസ് എ പ്രിൻസിലി സൺ, കുലീനനായ ഒരു മകൻ. ആസ് എ പേഷ്യന്റ് സഫറർ, കഷ്ടതയെ സഹനത്തോട് സഹിച്ചവൻ. ആസ് എ പവർഫുൾ സോവറൻ, ശക്തനായ ഒരു പരമാധികാരി. ഫലദായകമായ
110 സംവത്സരങ്ങൾ ദൈവത്തിനും തന്റെ ജനത്തിനും സമ്മാനിച്ച പഴയ നിയമ ചരിത്രത്തിലെ മാതൃകാ പുരുഷനാണ് നമ്മുടെ ധ്യാന വിഷയം. എബ്രായ ലേഖനകർത്താവ് 11-ാമത്തെ അധ്യായത്തിൽ ജോസഫിന്റെ ജീവിതത്തിന്റെ ആകത്തുക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദി സം ടോട്ടൽ ഓഫ് ജോസഫ്സ് ലൈഫ് എന്നാണ് അവിടെ പറയുന്നത്. ഹി ലീവ്ഡ് ബൈ ഫെയ്ത്ത്. ജോസഫ് വിശ്വാസത്താൽ ജീവിച്ചു. ബൈ ഫെയ്ത്ത് ജോസഫ് ലീവ്ഡ്. എത്ര ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യം! നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കളങ്കപ്പെടാത്ത സാക്ഷ്യം. തന്റെ അമ്മ റാഹേൽ മരിച്ചു, ജോസഫ് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. സഹോദരന്മാർ തിരസ്കരിച്ചു, ജോസഫ് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പൊട്ടക്കിണ്ടിൽ തന്നെ തള്ളിയിട്ടു, ജോസഫ് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇസ്മായിലിന്റെ കച്ചവടക്കാരുടെ കച്ചവടച്ചരക്കായി വിറ്റഴിക്കപ്പെട്ടു, ജോസഫ് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കൊട്ടാരത്തിൽ കൊടിയ പീഡനം അനുഭവിക്കേണ്ടി വന്നു, ജോസഫ് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടേണ്ടി വന്നു, ജോസഫ് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വേറെ പുസ്തകം പറയുന്നു, എന്റെ ഭൃത്യനോ ഹി ലീവ്ഡ് ബൈ ഫെയ്ത്ത്. ജീവിക്കേണ്ടത് വിശ്വാസത്തിലാകണം. സമ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സ്ഥാനമാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, ഭൗതിക നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, കുടുംബ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, നിന്റെ പേരിന്റെ അടിസ്ഥാനത്തിലല്ല, നിന്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. ലീവ് ബൈ ഫെയ്ത്ത്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ജോസഫിന്റെ ജീവിതം ഫലദായകമായി തീരാൻ പ്രധാനപ്പെട്ട കാരണം ഹി ലീവ്ഡ് ബൈ ഫെയ്ത്ത്. ആ ഫലദായകമായ ജീവിതത്തിന്റെ 5 സിംബൽസ് ആണ്, 5 അടയാളങ്ങളാണ് ഞാൻ നിങ്ങളോട് ഈ പകൽക്കാലം പങ്കിടുവാൻ വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്റെ കൂടെ യാത്ര ചെയ്യണം പ്രിയരെ. നമുക്ക് ഒരുമിച്ച് വചനം കേൾക്കാം. തമ്പുരാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ട്. ചില തിരുത്തലുകൾക്ക് നാം വിധേയപ്പെടണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നു. എത്രയോ പണം മുടക്കി. ഇന്നത്തെ ഈ ഹാളിന്റെ റെന്റ് നിങ്ങൾ അറിയാമോ? ഈ സിഡ്കോ കൺവെൻഷൻ സെന്റർ റെന്റ് നിങ്ങൾക്ക് അറിയാമോ? ട്രഷറർ സാറിനോട് ചോദിച്ചാൽ മതി. ഫോർ വാട്ട്? എന്തിന്? ലക്ഷങ്ങൾ മുടക്കി മുംബൈ ഭദ്രാസനത്തിൽ ഒരു കൺവെൻഷൻ. തമ്പുരാൻ ഒരു സ്വപ്നമുണ്ട്, ഒരു കൊതിയുണ്ട്. മുംബൈ ഭദ്രാസനത്തിലെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാൻ പാടില്ല. ഒരു വ്യക്തി പോലും നിത്യനാശത്തിന്റെ അടിമയാകാൻ പാടില്ല. ഒരു വ്യക്തി പോലും പാപത്തിൽ മരിക്കാൻ പാടില്ല. He lived by faith. 5 അടയാളങ്ങളാണ് ജോസഫിന്റെ ജീവിതത്തിന്റെ 5 അടയാളങ്ങൾ. 1, ദൈവത്തിന്റെ സ്വപ്നം നിറവേറ്റാൻ തീരുമാനിച്ചവനാണ് ജോസഫ്. He decided to fulfill the dream of God in his life. He decided to fulfill the dream of God in his life. ദൈവത്തിന്റെ സ്വപ്നം ജീവിതത്തിൽ നിറവേറപ്പെടാൻ കൊതിയോടെ വാഞ്ചിച്ചവനാണ് ജോസഫ്. 37-ാം അധ്യായത്തിന് 5 മുതലുള്ള വാക്യങ്ങളാണ്. ജോസഫ് ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നം തന്റെ സഹോദരങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. സഹോദരന്മാരെ, നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ എന്റെ ചുറ്റും നിന്നു. എന്റെ കറ്റയെ നമസ്കരിച്ചു. സഹോദരങ്ങൾക്ക് അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. They couldn't digest this dream. പറയുകയാണ്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ? സഹോദരങ്ങൾ ദ്വേഷിച്ചു. 37-ാം അധ്യായം അത് വ്യക്തമാക്കുന്നു പ്രിയരെ. പിന്നെയും സ്വപ്നം കാണുകയാണ്. 37-ാം അധ്യായത്തിന്റെ 9 മുതൽ വീണ്ടും കാണുന്നു. ജോസഫ് ഇങ്ങനെ പറയുന്നു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു. ഇപ്പോൾ സഹോദരങ്ങളുടെ എതിർപ്പ് മാത്രമല്ല, സ്വന്തം അപ്പന്റെ ശാസനയ്ക്ക് ഈ സ്വപ്നത്തിന്റെ കാഴ്ച വഴിതെളിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അവിടെ അപ്പൻ ചോദിക്കുന്നു, ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരങ്ങളും നിന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കണമോ? എടാ യോസഫേ, ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരങ്ങളും നിന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കണമോ? സ്വപ്നക്കാരെന്ന് പേരും ലഭിക്കുന്നു. ഈ 2 സ്വപ്നങ്ങളും സഹോദരങ്ങൾക്ക് ജോസഫിനോടുള്ള അസൂയയും നീരസവും ഉളവാക്കാൻ മുഖാന്തരമായി. സ്വന്തം പിതാവിന് തന്റെ വത്സല മകനെ അന്യായമായി ശകാരിക്കുവാൻ, ശാസിക്കുവാനുള്ള ഒരവസരമായി ഇത് മാറി. പ്രിയമുള്ളവരെ, എന്നാൽ ജോസഫിന് ഈ സ്വപ്നം അങ്ങനെയായിരുന്നില്ല. തന്റെ കുഞ്ഞു പ്രായത്തിൽ, ഈ 17 വയസ്സിനുള്ളിൽ
താൻ ഒരുപാട് കിനാവുകൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. തനിക്ക് ഭയം തന്ന സ്വപ്നങ്ങൾ, തന്നെ ദുഃഖിപ്പിച്ച സ്വപ്നങ്ങൾ, തന്നെ അത്ഭുതപ്പെടുത്തിയ സ്വപ്നങ്ങൾ, തനിക്ക് നിരാശ സമ്മാനിച്ച സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ സ്വപ്നം അങ്ങനെയല്ല. ഈ സ്വപ്നത്തെ അതുപോലെ കാണാൻ ജോസഫിന് കഴിയുമായിരുന്നില്ല. ഞാൻ ഇങ്ങനെയുള്ള സ്വപ്നം കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഇത് തനിക്ക് തന്നെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തത് കൊണ്ടാണ്, തനിക്ക് തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ജോസഫ് ഇത് ആദ്യം തന്റെ സഹോദരങ്ങളോടും തന്റെ അപ്പനോടും ഹൃദയപൂർവ്വമായി പങ്കുവെപ്പാൻ താല്പര്യപ്പെട്ടത്. He couldn't accommodate this dream. എന്റെ കൗമാര പ്രായത്തിൽ ഞാൻ കണ്ട സ്വപ്നങ്ങളെ പോലെയല്ലത്. This is beyond my expectation. It's beyond my calculation. ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് ജോസഫ് ഇത് പങ്കുവച്ചത്. ജോസഫ് തന്നോട് പറയുകയാണ്, ഇത് വെറും ഒരു സ്വപ്നമല്ല, ഇതൊരു വിളിയാണ്. This is a call. ഇതൊരു വെല്ലുവിളിയാണ്, ഇതൊരു ദൈവവിളിയാണ്, ഇതൊരു ദർശനമാണ്, ഇതൊരു പദ്ധതിയാണ്. ഓ ഹല്ലേലൂയ. എന്നിലൂടെ മാത്രം നിറവേറപ്പെടാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം അണിയിച്ചൊരുക്കിയ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി എന്ന സ്വപ്നമെന്ന് ജോസഫ് തിരിച്ചറിയുകയാണ്. This is a mighty plan of God which can be accomplished only through my life. എന്റെ സഹോദരന്മാരിലൂടെയല്ല, എന്നിലൂടെ മാത്രം നിറവേറപ്പെടാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം പ്ലാൻ ചെയ്ത, ഡിസൈൻ ചെയ്ത ഒരു സ്വപ്നമാണിത്, ഒരു പദ്ധതിയാണിത്. ജോസഫ് ഇത് തിരിച്ചറിയുകയാണ്. ഞാൻ ആട്ടിടയനായി ജീവിക്കേണ്ടവനല്ല, ഞാൻ കനാനിലെ വയലേലകൾ കൃഷിയെടുത്ത് ജീവിക്കേണ്ട കർഷകനല്ല, എന്റെ അപ്പൻ നൽകിയ നിലയങ്കിയുടെ സൗന്ദര്യം ആസ്വദിച്ച് എന്റെ ആയുസ് പാഴാക്കേണ്ടവനല്ല, സഹോദരങ്ങളുടെ അസൂയയ്ക്കും വിദ്വേഷത്തിനും പാത്രീഭൂതനാകേണ്ടവനല്ല. എനിക്ക് പ്രായം 17. ഇത്രമാത്രം സാധ്യതയുള്ളൊരു പ്രായം. I am in my teenage. 17-ാമത്തെ വയസ്സിൽ ജോസഫ് തിരിച്ചറിയുന്നു, Oh, God has a mighty plan about my life. 15-ാമത്തെ വയസ്സിൽ ഞാൻ തിരിച്ചറിഞ്ഞു, കർത്താവേ, എനിക്ക് നിന്റെ ശുശ്രൂഷയ്ക്കുള്ളൊരു വിളിയുണ്ടെന്ന്. അത് ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞപ്പോ, പപ്പായോട് പറഞ്ഞു, പപ്പാ പറഞ്ഞു, മക്കളെ, അത് ദൈവത്തിന്റെ പദ്ധതിയാ, നിനക്ക് തരാൻ വേറെ ഒന്നുമില്ല, ഇത് എന്റെ വേദപുസ്തകമാണ്, എന്റെ അപ്പച്ചൻ തന്ന വേദപുസ്തകമാണ്, ഞാൻ നിനക്ക് തരുന്നു, ഇത് നിന്റെ ജീവിതത്തിന് ആധാരമായി തീരട്ടെ. 37 വർഷങ്ങൾക്ക് മുൻപ് ചാത്തന്നൂർ എന്റെ വീട്ടിൽ നിന്ന് മദ്രാസിലെ ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് 10ാം ക്ലാസ് പഠനം കഴിഞ്ഞ് GTH എന്ന കോഴ്സ് പഠിക്കാൻ പോകുന്ന വേളയിൽ എന്റെ പപ്പ കെട്ടിപ്പിടിച്ച് ചുംബനം തന്ന വേദപുസ്തകമാണിത്. എന്നോട് പറഞ്ഞു, മക്കളെ, വേറെ ഒന്നും തരാനില്ല, ഇത് നിന്റെ ജീവിതത്തിന് ആധാരമായി തീരട്ടെ എന്ന്. വൈദികർ ജനിക്കുന്നത് സെമിനാരികളിലല്ല, ഭവനങ്ങളിലാണ്. വൈദികരെ ഉരുവാക്കേണ്ടത് സെമിനാരി അധ്യാപകരല്ല, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരാണ്. ജോസഫേ, നിന്റെ അപ്പനായ യാക്കോബിന് നിന്നെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ വളരെ പരിമിതമാണ്. He has only limited plans about you. നിന്റെ അപ്പന് നീ വിശ്വസ്ത മകനാകണം, അപ്പന്റെ സ്വത്തിന് അവകാശിയാകണം, വാർദ്ധക്യത്തിൽ നല്ല ശുശ്രൂഷകനാകണം. നിന്റെ സഹോദരങ്ങൾക്ക് നിന്നെ കുറിച്ച് യാതൊരു പ്ലാനും പദ്ധതിയുമില്ല, അവർക്ക് നീ ഒരു സ്വപ്നക്കാരനാണ്. ഫോർ ദം യു ആർ എൻ എനിമി. അവരുടെ നിലനിൽപ്പിന് നീ ഒരു ഭീഷണിയാണ്. എന്നാൽ ഈ ഭൂമിയിൽ നിന്നെ കുറിച്ച് ആരും സ്വപ്നം കാണാത്ത ഒരു പദ്ധതി സ്വർഗത്തിലെ ദൈവത്തിനുണ്ട്. God has a mighty plan about you and me. Hallelujah. എന്തിനാ നിങ്ങൾ ഇത്രയും രാവിലെ യാത്ര ചെയ്ത് ഉറക്കളച്ച് അതിരാവിലെ വാഹനം പിടിച്ച് ഈ വചനകൂടാരത്തിൽ ചേർന്ന് വന്നതെന്ന് നിങ്ങൾ ചോദിച്ചാൽ തമ്പുരാൻ പറയും, I want to explain my plan about you. നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. സങ്കീർത്തനം 8:5 സങ്കീർത്തനകാരൻ ഇങ്ങനെ പറയുന്നു. എന്താ പറയുന്നത്? ഓ ദൈവത്തെക്കാൾ നീ അവനെ ദൈവത്തെക്കാൾ അടിവരയിട്ടോണം. ആ വേദപുസ്തകത്തിലെ ആ വാക്യം, ചാപ്റ്റർ 8 സങ്കീർത്തനം 8:5, Psalms 8:5, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഹല്ലേലൂയ. നിങ്ങൾ വായിക്കണം പ്രിയരെ, ബാക്കി പറയുന്നത്, തേജസ്സും ബഹുമാനവും നമ്മെ അണിയിച്ചിരിക്കുന്നു. ഇതാരെ കുറിച്ച് പറഞ്ഞിരിക്കുക?
ഓ സങ്കീർത്തനകാരൻ പറയുന്നു, നീ അവനെ എന്നെ നിന്നേക്കാൾ അല്പം മാത്രം താഴ്ത്തി, അല്പം മാത്രം, ജസ്റ്റ് എ ലിറ്റിൽ. എന്നിട്ടെന്താ പറയുന്നത്? നിന്നെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ക്രൗൺഡ് വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ. ആരെ കുറിച്ച? തമ്പുരാന്റെ ജീവനുള്ള രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ഇതാ സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം അരുളി ചെയ്യുന്നു, നിങ്ങളെ ഞാൻ തേജസ്സിൽ നിർത്തിയിരിക്കുകയാണ്. തേജസ്സും ബഹുമാനവും നിങ്ങളെ ധരിപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ക്രിയേറ്റഡ് വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ. ഇത് ജീവിതത്തിന്റെ വഴികളിൽ ബോധ്യമുണ്ടെങ്കിൽ, ഈ ഒരു ബോധമുണ്ടെങ്കിൽ നമുക്ക് തെറ്റായ വഴികൾ പോകാൻ പറ്റില്ല പ്രിയരെ. നമുക്ക് അപരസഞ്ചാരം സാധ്യമല്ല. നമുക്ക് പാപത്തെ താലോലിക്കാൻ കഴിയില്ല. നമുക്ക് അലക്ഷ്യമായി ജീവിപ്പാൻ സാധ്യമല്ല. കാരണം വി ആർ ക്രിയേറ്റഡ് വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ. തേജസ്സിനാൽ ബഹുമാനത്താൽ അണിയിക്കപ്പെട്ടവരാണ്, അലങ്കരിക്കപ്പെട്ടവരാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ കരമുയർത്തിയൊരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയരുന്നില്ല. നമുക്ക് ലജ്ജയാ. അച്ഛാ, ഇത് മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അച്ഛൻ നാട്ടിലെ ഒരു പഴഞ്ചൻ പള്ളിയിൽ പ്രസംഗിക്കുന്നത് പോലെ ഇവിടെ പ്രസംഗിക്കരുതെന്ന് മനസ്സിൽ ചിന്തിക്കുന്ന ചിലരെങ്കിലും ഇവിടെ കാണുമായിരിക്കും. അച്ഛനത് പ്രശ്നമല്ല. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാ. അത് ഭക്തന്റെ ഭാഷയാ. കണ്ണു നനയുന്നത് ദൈവത്തിൽ ബലമുള്ളവന്റെ അടയാളമാ. അത് സ്റ്റാറ്റസ് കോ അല്ല. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജോസഫ് ഫൂസ്റ്റർ ബെൽജിയംകാരനാണ്. കർഷകരാണ് മാതാപിതാക്കൾ. ഒരു മിഷൻ കോൺഫറൻസ് പങ്കെടുക്കുകയാണ്. മിഷൻ കോൺഫറൻസ് പങ്കെടുക്കുന്നതിന്റെ ലാസ്റ്റ് ഡേ ഓൾട്ടർ കോളിൽ പ്രായമുള്ള ഒരു മിഷൻ ഫീൽഡിൽ നിന്ന് വന്നൊരു മിഷണറി അച്ഛൻ ഇപ്രകാരം ചോദിച്ചു, Is there any youngsters willing to dedicate your life for mission? ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുക്കാൻ, മിഷണറിയായി പോകാൻ? ജോസഫ് ഫൂസ്റ്റർ ദൈവത്തിന്റെ വിളി കേട്ട് എഴുന്നേറ്റു. ആ വൈദികൻ അദ്ദേഹത്തിന്റെ ശിരസിൽ കരം വെച്ച് അനുഗ്രഹിച്ചു. ജോസഫ് ഫൂസ്റ്റർ വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ ആശങ്കയുണ്ട്. അപ്പൻ അനുവദിക്കുമോ, അമ്മ അനുവദിക്കുമോ? പാവപ്പെട്ട വീടാണ്. എന്റെ സഹോദരൻ അഗസ്റ്റേ ഓൾറെഡി ഇൻ ദി മിനിസ്ട്രി. കത്തോലിക്ക സഭയിലെ ഒരു അച്ഛനാണ്. എന്റെ 2 സഹോദരിമാർ കന്യാസ്ത്രീമാരാണ്. ഒരു വീട്ടിൽ 3 പേർ ഓൾറെഡി ഇൻ ദി മിനിസ്ട്രി. ഇനിയും എന്നെയും കൂടെ അനുവദിക്കുമോ എന്ന് ഭയപ്പെട്ട് ആശങ്കയോടെ പോയ മകൻ വീട്ടിലെത്തിയപ്പോൾ അപ്പൻ ചോദിക്കുകയാണ് മകനോട്, ഹൗ വാസ് ദി മിഷൻ കോൺഫറൻസ്? മകൻ പറഞ്ഞ മറുപടി കോൺഫറൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല. അപ്പനോട് പറഞ്ഞു, അപ്പാ, ഗോഡ് ഈസ് കോളിംഗ് മീ. അപ്പാ, ദൈവം എന്നെ വിളിക്കുന്നു. ആ കർഷകനായ പാവപ്പെട്ട അപ്പൻ ഈ മകനെ ചേർത്ത് പിടിച്ചിട്ട് അവന്റെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തിട്ട് പ്രകാരം പറഞ്ഞു, മക്കളെ, ഇഫ് ഗോഡ് ഈസ് കോളിംഗ് യു, I cannot stand against that calling. എനിക്കതിന് മുമ്പിൽ തടസ്സമായി നിൽക്കാൻ സാധ്യമല്ല. You may go, our blessings are with you. നിന്റെ അപ്പന്റെ അമ്മയുടെ അനുഗ്രഹം നിന്റെ കൂടെയുണ്ട്. You go. ജോസഫ് ഫൂസ്റ്റർ നേരെ പോയൊരു സെമിനാരിയിലേക്കാണ്. ചുരുക്കി പറയട്ടെ, ആ ജോസഫ് ഫൂസ്റ്ററാണ് ഫാദർ ഡാമിയനായി മാറിയത്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞപ്പോൾ, നിറവേറ്റുവാനായി തന്നെ പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ, ജോസഫിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം ആവർത്തിച്ച് രേഖപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമുണ്ട്. 39:2, 3, 5, 21, 23 വാക്യങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു സാക്ഷ്യം ഇതാണ്. ഓ, the Lord was with him. The Lord was with him. ജോസഫിനോട് കൂടെ യഹോവ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരണം കാണിക്കുവാൻ, അതിനോട് തീരുമാനമെടുക്കാൻ, അതിൽ റെസൊല്യൂഷൻ പാസ്സാക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഈ വചനകൂടാരത്തിലുണ്ടെങ്കിൽ, ഇതാ ദൈവം തമ്പുരാന്റെ വചനം നൽകുന്ന ഒരു അഷ്വറൻസ് ആണ്. God will be with you to fulfill his dream in your life. ദൈവത്തിന്റെ സ്വപ്നം നിറവേറ്റാൻ തീരുമാനിച്ചാൽ നീ ഒറ്റയ്ക്കല്ല, തമ്പുരാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ശിഷ്യന്മാരെ മലമുകളിൽ നിന്ന് നിയോഗം നൽകി പറഞ്ഞയക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 20 വാക്യത്തിൽ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്, ഞാനോ
ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മൾ പലപ്പോഴും രോഗശീലിൽ കിടക്കുന്നവന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥനാ വാചകത്തിൽ ഈ വാക്യം ചേർക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ വാചകമല്ല പ്രിയരെ. കഷ്ടതയുടെ നടുവിൽ പ്രത്യാശ പകരുന്ന ഒരു പ്രാർത്ഥനാ വാചകമല്ല. പിന്നെയോ ദൈവത്തിന്റെ വിളി കേട്ട് അവര് നിയോഗം പൂർത്തിയാക്കാൻ സമർപ്പിതരായി പോകുന്ന ശിഷ്യവൃന്ദത്തിന് തമ്പുരാൻ കൊടുത്ത അഷ്വറൻസ് ആണ്, ലോ ഐ ആം വിത്ത് യു ഓൾവേസ്. ഏത് സർക്കാർ ഭരിച്ചാലും ആരെല്ലാം ഭരണം നടത്തിയാലും ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ if you decide, if you are determined to do that, God is with you. Hallelujah. And that is the assurance of the word of God. Hallelujah. യാക്കോബിന്റെ പ്രിയമകനായി ജീവിച്ചപ്പോൾ യഹോവ അവനോട് കൂടെയിരുന്നു. സഹോദരങ്ങളുടെ വെറുപ്പിന് പാത്രീഭൂതനായപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. തന്നെ കൊല്ലാൻ വാളോങ്ങിയപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. പൊട്ടങ്ങിൽ തള്ളിയിട്ടപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റടിച്ചപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. പൊത്തീഫറിന്റെ കൊട്ടാരത്തിൽ അവൻ എത്തപ്പെട്ടപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. ഗ്രഹവിചാരകനെ നിയോഗിക്കപ്പെട്ടപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. പാനപാത്രവാഹകൻ തന്നെ തള്ളിക്കളഞ്ഞപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. പ്രധാനമന്ത്രിയായി ഫറവോന്റെ 2ാം രഥത്തിൽ അവൻ എഴുന്നള്ളിച്ചപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. തന്റെ സ്വന്തം സഹോദരങ്ങളോട് അനുരഞ്ജനപ്പെട്ടപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. ഹല്ലേലൂയ. യഹോവ ഒരു നാളും ജോസഫിനെ വിട്ടുപോയില്ല. ജോസഫ് യഹോവയെ വിട്ട് ഒരു നാളും അകന്നു പോയില്ല. ഞാൻ ആവർത്തിക്കട്ടെ പ്രിയരെ, യഹോവ ഒരു നാളും ജോസഫിനെ വിട്ടുപോയില്ല. ജോസഫ് യഹോവയെ വിട്ട് ഒരു നാളും പോയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ ഈ വചന കൂടാരത്തിൽ സമർപ്പിക്കുവാൻ ആര് തീരുമാനിക്കും? നീ ഒറ്റയ്ക്കല്ല, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഐ എക്സ്പീരിയൻസ് ദാറ്റ്. ഇത് എന്റെ വാക്കല്ല പ്രിയരെ. എനിക്കിങ്ങനെ പറയാൻ കഴിയില്ല. എന്റെ കർത്താവിനോട് കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ വചനം പറയാൻ എനിക്ക് അധരത്തിന് ബലമുണ്ടാകുന്നത്. എന്റെ ബലം ദൈവത്തിന്റെ കൃപയല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ തമ്പുരാന്റെ അധരത്തെ ബലപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നാം ദൈവത്തിന്റെ സ്വപ്നമാണെന്ന് തിരിച്ചറിയണം. 70 ലക്ഷത്തിലധികം ആളുകൾ കോവിഡ് മൂലം മൺമറഞ്ഞില്ലേ? നിങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ എത്ര പേർ മരിച്ചു പ്രിയരെ? നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേർ മരിച്ചു? കോവിഡിന് മുമ്പ് ഓഫീസിൽ വന്ന് എത്ര പേർ കോവിഡ് കഴിഞ്ഞ് ഓഫീസിൽ റീജോയിൻ ചെയ്തപ്പോൾ ഉണ്ട്? നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം സ്കൂളിൽ പഠിച്ച എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു? 70 ലക്ഷത്തിലധികം ആളുകൾ മൺമറഞ്ഞുപോയ മണ്ണിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവം നമ്പുരാൻ ഈ വചന കൂടാരത്തിൽ നിന്നെ കൂട്ടി വരുത്തിയെങ്കിൽ, ഓ ഗോഡ് ഹാസ് എ മൈറ്റി പ്ലാൻ അബൌട്ട് യു. നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട്. നിന്നെ വെട്ടിക്കളയാർ നിർത്തിയത് ഫലം കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്. ഫ്രൂട്ട്ഫുൾ ഫെയ്ത്ത്. 2, പ്രലോഭനങ്ങളെ അതിജീവിച്ച് ജയകരമായ ജീവിതത്തിന്റെ ഉടമയായിരുന്നു ജോസഫ്. Joseph led a victorious Christian life. He could overcome all the temptation in his life. ജോസഫെ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം നിറവേറ്റുക എളുപ്പമല്ല. അത് ശ്രമകരമായ ദൗത്യമാണ്. ദൈവത്തിന്റെ പദ്ധതി നിറവേറപ്പെടണമെങ്കിൽ നീ അതിന് വലിയ വില നൽകണം. There is a cost you need to pay. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മൈ ഡിസൈബിൾഷിപ്പ് ഇസ് എ കോസ്റ്റ്ലി ഡിസൈബിൾഷിപ്പ്. If you are willing to pay a cost, you can be my disciple. ജോസഫ്, നീ ചെറുപ്പമാണ്. യൗവനത്തിന്റെ പ്രലോഭനങ്ങൾ, യൗവനത്തിന്റെ പരീക്ഷണങ്ങൾ, യൗവനത്തിന്റെ സ്വാധീനങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. എന്നാൽ നീ ദൈവത്തിന്റെ സ്വപ്നമാണ്, ദൈവത്തിന്റെ പ്രതീക്ഷയാണ്. അത് നിറവേറപ്പെടണമെങ്കിൽ നീ അതിന് വില കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ജോസഫ് പൊത്തീഫറിന്റെ, ഫറവോന്റെ കാര്യവിചാരകന്റെ അടുത്താണ്, അവന്റെ സമീപയാണ്. സർവസ്വതന്ത്രനായി ഫറവോന്റെ കൊട്ടാരത്തിൽ ജോസഫ് ജീവിക്കുകയാണ്. യജമാന്റെ ഇഷ്ടദാസനാണ്, ഗ്രഹവിചാരകനാണ്, എല്ലാറ്റിനെയും സൂക്ഷിപ്പുകാരനാണ്.
ജോസഫിന്റെ സൗന്ദര്യത്തെ കുറിച്ച് 39:7 നാം വായിക്കുന്നു. എന്താ ജോസഫിന്റെ സൗന്ദര്യം? അവൻ കോമളനായിരുന്നു, മനോഹര രൂപിയായിരുന്നു, അവൻ സുന്ദരനായിരുന്നു. അതുകൊണ്ട് തന്നെ യജമാനന്റെ ഭാര്യയുടെ കണ്ണ്, പൊത്തീഫറിന്റെ ഭാര്യയുടെ കണ്ണ് അവന്റെ മുകളിൽ വീണു. പല ആവർത്തി പൊത്തീഫറിന്റെ ഭാര്യ ജോസഫിനോട് പറഞ്ഞു. 39 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, ഷീ കമ്പൾഡ് ഹിം ടു സിൻ. അവൾ ദിനംപ്രതി ജോസഫിനെ പാപം ചെയ്യാൻ നിർബന്ധിച്ചിട്ടും അവളുടെ അരികിൽ ഇരിപ്പാനോ അവളോടൊപ്പം ശയിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. ജോസഫിന്റെ പ്രലോഭനങ്ങൾ നാം ഒറ്റയ്ക്കാണ്, ആരും അറിയില്ല, ആരും അറിയില്ല. എന്തുകൊണ്ട് നിനക്കിങ്ങനെ ആയിക്കൂടാ? സാഹചര്യങ്ങൾ അനുകൂലമല്ലേ? എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ജോസഫേ. അങ്ങനെ വിശുദ്ധനാകേണ്ട കാര്യമില്ല. ഇവിടെ നിന്റെ അപ്പനൊപ്പമില്ല, ഇവിടെ നിന്റെ അമ്മ കൂടെയില്ല, നിന്റെ സഹോദരങ്ങൾ ആരും കൂടെയില്ല, നിന്നെ അറിയാവുന്ന പരിചിത മുഖങ്ങൾ ഒന്നും ഒപ്പമില്ല. നീ അങ്ങനെ ചെയ്താൽ പിടിക്കപ്പെടാൻ സാധ്യതയില്ല. നീ ഗ്രഹവിചാരകനാണ്, രാജാവിന് ഇഷ്ടപ്പെട്ടവനാണ്, എന്റെ ഭർത്താവിന് നീ പ്രിയപ്പെട്ടവനാണ്. There are less chances to be caught. നീ പിടിക്കപ്പെടാൻ സാധ്യതയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ബോംബെയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് 12, 13, 14 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ എയർ ഹോസ്റ്റസ് നമ്മുടെ വിരസത മാറ്റാൻ വേണ്ടി, യാത്രയിലെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഉന്തുവണ്ടിയിൽ മദ്യവുമായിട്ട് വരും. ബിസിനസ് യാത്രയാണ്, മക്കളുടെ കൊച്ചുമക്കളുടെ അടുക്കലേക്ക് പോവുകയാണ്. മണിക്കൂറുകളുടെ വിരസത മാറ്റാൻ മദ്യവുമായി വരും. നമ്മുടെ ഉള്ളിലൊരു പ്രേരണയുണ്ടാകാൻ സാധ്യതയുണ്ട്. സാരയില്ല, ഈ അല്പം കുടിച്ചാൽ എന്താ കുഴപ്പം? വാനവിധാനങ്ങളിലല്ലേ, ആകാശത്തിലൂടെ പോവുകയല്ലേ, ഭൂമിയിൽ ചെല്ലുമ്പോൾ വിശുദ്ധനാകാം. മുകളിൽ അങ്ങനെ കുഴപ്പമില്ല, അല്പം അടിച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്നതല്ലോ, എന്റെ പേഴ്സിന് ദൈവം തന്ന പൈസ ഉപയോഗിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് സാരമില്ലെന്ന് കരുതി പലപ്പോഴും ഈ യാത്രകളിൽ മദ്യം സേവിച്ച പലരും, സേവിക്കാൻ താല്പര്യപ്പെടുന്ന പലരും, അത് ആഗ്രഹിക്കുന്ന പലരുമൊക്കെ ഒരുപക്ഷെ ഈ പകൽക്കാലം ഈ വചനകൂടാരത്തിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ദൈവം ഈ വിഷയം എന്നോട് പറയാൻ ഇന്നെന്നോട് ആജ്ഞാപിച്ചത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നിരന്തരമായിട്ട് പ്രേരണകൾ, പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോഴും ജോസഫിനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന ഒരു സാക്ഷ്യം, അവൾ ദിനംപ്രതി നിർബന്ധിച്ചിട്ടും അവളെ ജോസഫ് അനുസരിച്ചില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വപ്നം നിറവേറ്റാൻ തീരുമാനിച്ചവൻ പറയുന്നു, ഐ ആം ഗോഡ്സ് ഡ്രീം. ജോസഫ് ചോദിക്കുകയാണ്, ഹൗ ക്യാൻ ഐ സിൻ അഗൈൻസ്റ്റ് മൈ ഗോഡ്? എന്റെ ദൈവത്തോട് എനിക്കെങ്ങനെ പാപം ചെയ്യാൻ കഴിയും? സഹോദരങ്ങളുടെ അസൂയക്ക് പാത്രീഭൂതനായി നഷ്ടപ്പെടേണ്ട എന്നെ ഈ കൊട്ടാരത്തിൽ എത്തിച്ച ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യും? എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് എനിക്ക് വെളിപ്പാട് നൽകിയ ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യും? ഇതൊരു ഉടമ്പടിയുടെ ജീവിതമല്ലേ? This is a covenantal life. Oh, this is a life of covenant. I cannot break my covenant. എനിക്ക് കവനന്റ് ലംഘിക്കാൻ അനുവാദമില്ല. ഇതൊരു ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടി ജീവിതത്തിൽ ഞാനും ദൈവവുമായി ഒരു റെസല്യൂഷൻ ഉണ്ട്. I cannot break that. എന്റെ ബോസ് നിർബന്ധിച്ചാലും, എന്റെ ബിസിനസ് പാർട്ട്ണർ കമ്പൽ ചെയ്താലും, ഞാൻ യൂറോപ്യൻ ട്രിപ്പിൽ ആയാലും, ആരും അറിയാത്ത 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിൽ കമ്പനിയുടെ ചെലവിൽ നീ പാർത്താലും, I am God's dream. I cannot break my covenant with my God എന്ന് ധൈര്യമായി പറയാൻ ആർജവത്വമുള്ള മാർത്തോമാക്കാർ ഈ സഭയിൽ ഉണ്ടാവട്ടെ. You will fulfill God's dream in your life. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, Joseph refused to sin because he knew what sin is. യോസഫിന് പാപം എന്താണെന്ന് നന്നായി അറിയാം. പോപ്പ് ഷിനൗഡ, ഞാൻ പ്രസംഗത്തിൽ കേട്ടതാണ്, ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. പോപ്പ് ഷിനൗഡ അലക്സാണ്ട്രിയയിലെ ഒരു വലിയ സഭാപിതാവായിരുന്നു. റീസെന്റ്ലിയാണ് അദ്ദേഹം കാലം ചെയ്തത്. അദ്ദേഹം 100-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ലൈഫ് ഓഫ് റിപ്പന്റൻസ് ആൻഡ് പ്യൂരിറ്റി എന്ന മനോഹരമായ ഒരു പുസ്തകത്തിൽ പോപ്പ് ഷിനൗഡ പറയുന്നത് പാപത്തെ കുറിച്ചാണ്. ഒരു അധ്യായം അതാണ്. അദ്ദേഹം പറയുന്നത്, ഇഫ് യു നോ ഹൂ യു ആർ,
you will rise above sin. നീ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നീ പാപത്തിൽ നിന്ന് ഉയർന്നു നിൽക്കും. പാപത്തെ നീ തൊടില്ല. എന്താ നിന്റെ ഐഡന്റിറ്റി? എന്താ എന്റെ ഐഡന്റിറ്റി? ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ, ദൈവത്തിന്റെ സ്വരൂപം. ഐ ആം ദി ഇമേജ് ഓഫ് ഗോഡ്. ക്രിസ്തുവിന്റെ മന്ദിരം, ക്രിസ്തുവിന്റെ മണവാട്ടി. ഹല്ലേലൂയ. ലോകത്തിന്റെ വെളിച്ചം, ലോകത്തിന്റെ ഉപ്പ്, ലോകത്തിന്റെ പത്രം. If you know your identity, you will rise above sin. ഓപ്ഷനവിടെ വീണ്ടും പറയുന്നു, if you know what sin is, you will run away from sin. If you know what sin is, you will run away from sin. പാപം എന്താണെന്ന് നീ തിരിച്ചറിഞ്ഞാൽ നീ പാപത്തിൽ നിന്ന് ഓടിപ്പോകും. എന്താ sin? Sin is alienation. Sin is deprivation. നഷ്ടപ്പെടലാണ്, അകന്നു പോകലാണ്, പന്നിക്കൂട്ടത്തിന് നടുവിലുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞത്, യൗവന മോഹങ്ങളെ വിട്ടോടുക. ഫ്ലീ away from evil desires. ഓപ്ഷനോടെ മൂന്നാമതായി പറയുന്നു, if you know the result of sin, you will flee from sin. If you know the result of sin, you will flee from sin. പാപത്തിന്റെ ഫലം നീ അറിഞ്ഞിരുന്നുവെങ്കിൽ പാപത്തിന്റെ മീതെ നീ പറന്നു പോകുമായിരുന്നു. എന്താ പാപത്തിന്റെ ഫലം എന്താ പ്രിയരെ? പാപത്തിന്റെ ഫലം എന്താ? ലോസ്റ്റ് ഓഫ് ഇന്നർ പീസ്, ലോസ്റ്റ് ഓഫ് ഇന്നർ പീസ്, ഡിപ്രഷൻ, ഗിൽറ്റി കോൺഷ്യസ്, കുറ്റബോധം, ഉൾവലിഞ്ഞ് ജീവിക്കാൻ ഇടയാകുന്ന അനുഭവം. യൗവനക്കാർ ആരോടും അധികം മിണ്ടുന്നവരല്ല, അവർ മുറിക്കുള്ളിലാണ്. വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അപ്പനും അമ്മയും പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു, മോനും ഉണ്ടല്ലോ. ഉണ്ടച്ച. അവനെ വിളിച്ചു, പല പ്രാവശ്യം വിളിച്ചു, വന്നില്ല. അപ്പൻ ആദ്യം കയറി പോയി അവന്റെ മുറിയിൽ തട്ടി, അവൻ ഇറങ്ങി വന്നില്ല. അമ്മ വീണ്ടും വയ്യാത്ത അമ്മ, മുട്ടിന് വേദനയുള്ള അമ്മ വീണ്ടും മോളിൽ പോയി മകനെ വീണ്ടും തട്ടി വിളിച്ചു. അവൻ വാതിൽ തുറന്നില്ല. അനേകർ വാതിലടച്ച അകത്താണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാമനകൾക്ക് വിധേയപ്പെടുന്ന തലമുറ. അനേക യൗവനക്കാർ അപ്രകാരം ആഗ്രഹിക്കുന്നു. ആരുമായി അവർക്ക് ബന്ധമില്ല. കാമനകൾക്ക്, യാമക്കാഴ്ചകൾക്ക്, കണ്ണിനെ രസിപ്പിക്കുന്നതായ അനുഭവങ്ങൾക്ക് സമയം ചെലവഴിക്കുന്ന കുഞ്ഞുങ്ങൾ, യൗവനക്കാർ മാത്രമല്ല, പ്രായമുള്ളവർ പോലും അങ്ങനെയാണ്. പ്രസംഗം കേട്ട് ഒരിക്കൽ ഒരു യൗവനക്കാരന്റെ മുറിയിൽ വീട്ടിൽ വന്നു. പള്ളിയുടെ വെസ്ട്രിയിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അവനെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി. പൊട്ടിക്കരഞ്ഞിട്ട് എന്നെ കാലിൽ മുട്ടുമടക്കിയിട്ട് പ്രകാരം പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച കുർബാന കൊണ്ടച്ച, പക്ഷെ കുറ്റബോധത്തോടെ കുർബാന കൊള്ളുന്നേ. I receive Holy Communion with guilty conscience. എനിക്ക് ഇന്ന് വരെ കുറ്റബോധമില്ലാതെ കുർബാന അനുഭവിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. പാപത്തിൽ തന്നെ ജീവിച്ചു പോകുന്ന ഒരു യുവാവാണച്ച. എനിക്ക് ഉറക്കമില്ല, എനിക്ക് ആരോടും ബന്ധമില്ല, എനിക്ക് അപ്പനെ ഇഷ്ടമല്ല, എന്റെ അമ്മ ഇഷ്ടമല്ല, എന്റെ റൂമാണ് എന്റെ ലോകം. Pray for me. അച്ഛന്റെ കൈ വെച്ച് എന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. എന്റെ കൈ വിറച്ചുപോയി. ഞാൻ പ്രാർത്ഥിച്ചു അവന് വേണ്ടി. കുറ്റബോധത്തോടെ ജീവിക്കും. If you know the result of sin, ചെയ്യുന്ന പാപത്തെ കുറിച്ചുള്ള കുറ്റബോധത്തോടെ ജീവിക്കുന്ന, അപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് പ്രേരണ നൽകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതാ ഇന്ന് സുപ്രസാദ കാലമാണ്, നിരക്ഷാ ദിവസമാണ്, നിന്റെ മടങ്ങി വരവിന്റെ ദിനമാണ്. മറക്കരുതേ. നാലാമതായി ഓപ്ഷനോടെ ഒന്നുകൂടെ പറയുന്നുണ്ട്, you know the punishment of sin, you will be afraid of sin. If you know the punishment of sin, you will be afraid of sin. പാപത്തിന്റെ ശിക്ഷ നീ അറിയുന്നുവെങ്കിൽ നീ പാപത്തെ ഭയപ്പെടുമായിരുന്നു. ഇന്ന് പാപത്തെ ഭയപ്പെടാൻ ആരില്ല. പാപത്തെ നിസ്സാരമായി കാണുന്ന ജീവിതമാണ് ഇന്ന് അനേകം. We are the temple of God. നാം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. ജോസഫിന്റെ ഉടുതുണി പോയി പ്രിയരെ. അവന്റെ മനസ്സാക്ഷി നഷ്ടപ്പെട്ടില്ല. അനേകർക്ക് ഉടുതുണിയുണ്ട്, ഉടയാടയുണ്ട്,
മേലങ്കിയുണ്ട്, നല്ല വസ്ത്രമുണ്ട്, പക്ഷേ ഉള്ളിൽ കുറ്റബോധത്തോടെ ജീവിക്കുന്ന ധാരാളം ആളുകൾ ഇന്നുണ്ട്. മദ്യപാനം, പുകവലി, അരുതാത്ത ബന്ധങ്ങൾ, അരുതാത്ത കാഴ്ചകൾ, പാപത്തെ താലോലിക്കുന്ന ആരെങ്കിലും ഈ പകൽക്കാലം വചനം കേൾക്കുന്നുവെങ്കിൽ ഗലാത്യ സഭയോട് പൗലോസ് പറയുന്നു 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന് രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ക്രൂസിഫൈ ദി ഫ്ലഷ് വിത്ത് ഓൾ ഹിസ് പാഷൻസ് ആൻഡ് ഡിസയേഴ്സ്. മദ്യപിക്കുന്നവനും പുകവലിക്കുന്നവനും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികൾ നടക്കുന്നവനും കള്ളപ്പണം വാങ്ങുന്നവനും കൊള്ളപ്പലിശ കൊടുക്കുന്നവനും കള്ളച്ചക്കൊപ്പിട്ട് ലാഭമുണ്ടാക്കുന്നവനും ഈ സഭയുടെ ശുശ്രൂഷാ സ്ഥാനങ്ങളിൽ വരാൻ പാടില്ല. ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. മാർത്തോമാ മെത്രാപ്പോലീത്ത 60-70 നമ്പർ കൽപ്പനയിൽ പറഞ്ഞ അവസാനത്തെ വാചകം, മദ്യപിക്കുന്നവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും സ്ഥാനാർത്ഥികളാകുന്നതിനോ മണ്ഡലാംഗമായി തിരഞ്ഞെടുക്കപ്പെടുവാനോ ഇടയാകരുതെന്ന് ഗുണദോഷിക്കുന്നുവെന്ന് ആ മേലധ്യക്ഷൻ പറയാൻ കാരണം എന്ത്? മാർത്തോമാ സഭയെ നാം എങ്ങോട്ട് പോകുന്നു? നവീകരിക്കപ്പെട്ടു എന്ന് അഭിമാനിക്കുന്ന നമുക്ക് എന്ത് സംഭവിക്കുന്നു? This is a life of covenant. ഇത് ഉടമ്പടിയുടെ ജീവിതമാണ്. ഇതിനെ നിസ്സാരമായി കാണാൻ അനുവാദമില്ല. ഇത് കുഞ്ഞുകളിയല്ല, ഇത് മാജിക് അല്ല. നിനക്ക് കഴിവുള്ളത് കൊണ്ടോ, നിനക്ക് പണമുള്ളത് കൊണ്ടോ, നിനക്ക് സ്വാധീനിപ്പാൻ ശക്തിയുള്ളത് കൊണ്ടോ എടുക്കേണ്ട പദവിയല്ലത്. ദൈവത്തിന്റെ അഭിഷേകമുള്ളവൻ മാത്രം, മാനസാന്തരപ്പെട്ടവൻ മാത്രം വഹിക്കേണ്ട ശുശ്രൂഷയാണ്. ഞാനും അങ്ങനെ ആകണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. 2023 ആണ്ട് ജനുവരി മാസം 29-ാം തീയതി ഷാജി, നീ വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിച്ചവന് തമ്പുരാൻ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു നാളിൽ ഉത്തരം പറയണം. ദിസ് ഇസ് എ ലൈഫ് ഓഫ് കവനന്റ്. എന്റെ പിതാവ് എപ്പോഴും പറയും, മോനെ, ധരിക്കുന്ന വസ്ത്രത്തിന്റെ വെണ്മ നിന്റെ ഹൃദയത്തിൽ എന്നും വേണം കേട്ടോ. മുംബൈ കൺവെൻഷന്റെ ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും പപ്പ വിളിക്കും, അല്ലെ ഞാൻ അങ്ങോട്ട് വിളിക്കും, മോനെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നോട് പറയുന്ന ഒരു വാക്കുണ്ട്, മക്കളെ, ശുശ്രൂഷ കൂടുമ്പോൾ നിന്റെ സൂക്ഷ്മത കൂടണം. ശുശ്രൂഷ കൂടുമ്പോൾ നിന്റെ സൂക്ഷ്മത കൂടണം. വാച്ച് യുവർ സ്റ്റെപ്സ്. നിന്റെ ചുവടുകൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ജോസഫിന്റെ ജീവിതം ഫലദായകമായി തീരാൻ രണ്ടാമത്തെ കാരണം, പാപത്തെ അറിഞ്ഞവനാണ്. പാപത്തിന്റെ ശക്തിയെ, അതിന്റെ ഫലത്തെ, അത് നൽകുന്ന ശിക്ഷയെ കുറിച്ച് ബോധ്യമുള്ളവൻ. നിർബന്ധിച്ചിട്ടും അവൻ അവളെ അനുസരിച്ചില്ല. 3, ഉയർച്ചകളിലും താഴ്മ ധരിച്ച ജീവിതം. ലൈഫ് ഓഫ് ഹ്യൂമിലിറ്റി. ഒരു സ്വപ്നത്തിൽ തുടങ്ങിയ ജീവിതം ജോസഫിനെ എത്തിച്ചത് ഫറവോന്റെ കൊട്ടാരത്തിലെ മേലധികാരി, മിസ്രൈം രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന പദവിയിലേക്കാണ്. 41-ാം അധ്യായം 40 മുതൽ ഫറവോൻ പറയുന്നു, നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും, നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനാകും. ഫറവോൻ മുദ്രമോതിരമൂരി ജോസഫിനെ അണിയിച്ചു, നേർമയുള്ള വസ്ത്രം അവനെ ധരിപ്പിച്ചു, സ്വർണ സരപ്പളി, സ്വർണമാല ഫറവോൻ ജോസഫിന്റെ കഴുത്തിൽ അണിയിച്ചു. ആരെയാണ്? ഒരടിമയെ. ഓർക്കണം, ദൈവത്തിന്റെ സ്വപ്നം നിറവേറ്റാൻ തീരുമാനമെടുത്ത് ജോസഫിനെ ഫറവോൻ മോതിരം ഊരി അണിയിച്ചു, നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു, സ്വർണ സരപ്പളി, സ്വർണമാല അണിയിച്ചു. ഫറവോൻ തന്നെ 2-ാം രഥത്തിൽ അവനെ എഴുന്നള്ളിച്ചു. ഓ ഹല്ലേലൂയ. ഇപ്രകാരം ജനത്തോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഫറവോന്റെ ദൈവത്തെ മുട്ടുകുത്തി നമസ്കരിക്കണമെന്ന് കൽപ്പന കൊടുത്തു. ഇത്രമാത്രം ഔന്നിത്യത്തിന്റെ പടവുകൾ കയറുമ്പോൾ, ഫറവോന് 2-ാം രഥത്തിൽ ജോസഫ് നിൽക്കുമ്പോൾ
ഓ, ജോസഫിന്റെ കണ്ണുകൾ എവിടേക്കായിരുന്നു? അവനെ ഉയർത്തിയ ദൈവത്തിങ്കലേക്ക് അവൻ പായിക്കുകയാണ് അവന്റെ കണ്ണുകൾ. ഫറവോന്റെ രഥത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയല്ല, തന്നെ ഇത്രമാത്രം ഉയർത്തുവാൻ ശക്തനായി തീർന്ന്, പരമാധികാരിയായി തീർന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫറവോനോട് ജോസഫ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. ഫറവോൻ ഇപ്രകാരം പറയുന്നു, 41 അധ്യായത്തിന്റെ 16 വാക്യം. അതിന് ജോസഫ് ഫറവോനോട്, ഫറവോനെ, ഇത് ഞാനല്ല, നീ കാണുന്നത് എന്റെ ദൈവത്തെയാണ്. ഇറ്റ്സ് നോട്ട് മീ, ദിസ് ഈസ് മൈ ഗോഡ്, മൈ സോവറിൻ ഗോഡ്. ഫറവോനെ, നീ കാണുന്നത് ജോസഫിനെ അല്ല, എന്റെ പിന്നിൽ നിൽക്കുന്ന, അർത്ഥാൽ എന്നെ മുന്നിൽ നിൽക്കുന്ന, എന്നെ ഉയർത്തിയ പരമാധികാരിയായ ഒരു ദൈവമുണ്ടെന്ന് സാക്ഷിക്കുന്ന, ഉയർച്ച നൽകുന്ന ദൈവത്തെ മറന്നുപോകാതെ ഉയർത്തിയ ഒരു ഭക്തൻ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലായ്മയിൽ ആരംഭിച്ച സഭയാണ് മാർത്തോമാ സഭ. 1889 റോയൽ കോർട്ട് വിധി മൂലം എല്ലാം നഷ്ടപ്പെട്ട അന്നത്തെ മെത്രാപ്പോലിത്ത, ഭാഗ്യസ്മരണീയനായ തോമസ് മാർ അത്തനേഷ്യസ് മെത്രാപ്പോലിത്ത, മാരാമണിലേക്ക് യാത്ര ചെയ്തപ്പോഴും ശരണം കണ്ടെത്തിയത് തന്നെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ച സഭയുടെ നാഥനായ ദൈവത്തിലാണ്. തിരുമേനി പുറപ്പെടുവിച്ചൊരു കൽപ്പനയിൽ ഇപ്രകാരം പറയുന്നുണ്ട്, സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയാണ് സഭയ്ക്ക്, പിന്നെ അരമനയിൽ വലിയ കുഴപ്പമില്ല, വീട്ടിൽ നിലകൃഷി ഉള്ളത് കൊണ്ട്, അത്യാവശ്യം നിലം കൃഷി ഉള്ളത് കൊണ്ട് കഞ്ഞി കുടിക്കാൻ പറ്റുന്നുണ്ട്. ഓ ഹല്ലേലൂയ. ഇതായി സഭ, കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുണ്ട്. ഈ അനുഭവത്തിൽ നിന്ന് ഇന്ന് 1200-ലധികം പള്ളികളും 100 കൂട്ടങ്ങളുമായി എന്റെ സഭ വളർന്നപ്പോൾ എന്റെ സഭയിലെ ജനങ്ങൾ, ആ സഭയിലെ വൈദികനായി ഞാൻ നിഗളിക്കാൻ പാടില്ല, അഹങ്കരിക്കാൻ പാടില്ല, എന്റെ ഹുങ്ക് കാണിക്കാൻ പാടില്ല, ദൈവത്തെ മറക്കാൻ പാടില്ല, ഞാൻ ഏതാണെന്ന് ചിന്തിക്കാൻ പാടില്ല. എന്റെ ശിരസ് ഉയരങ്ങളിലേക്ക് ഉയർത്തിയിട്ട് പറയണം, കർത്താവേ, ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം എത്തിയല്ലോ. നാട്ടിൽ നിന്ന് കടം വാങ്ങി പണം കൊണ്ട് ടിക്കറ്റ് എടുത്ത് കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് 10 ദിവസം ആ റെയിൽവേ സ്റ്റേഷൻ പാർത്ത് അവിടുത്തെ പബ്ലിക് ലാട്രിൻ ഉപയോഗിച്ച് സ്റ്റേഷനിലെ വടാപ്പാവ് കഴിച്ച് 17ാമത്തെ വയസ്സ് ജീവിതം ആരംഭിച്ച ഒരു മാർത്തോമാക്കാരനെ എനിക്കറിയാം. ഒരു മലയാളിയെ പരിചയപ്പെട്ടു. അയാളെ കമ്പനി കൊണ്ടുപോയി. ചുമട് ചുമക്കുന്ന ജോലി. ആദ്യം വിദ്യാഭ്യാസം ഇല്ല. ഉന്തുവണ്ടിയിൽ ചുമട് ചുമക്കണം ഗോഡൌണിലേക്ക്, ഫാക്ടറിയിൽ നിന്ന് തിരികെ. അതുപോലെ ആ മലയാളിക്ക് ഇഷ്ടപ്പെട്ടു. ജോലി വിശ്വസ്തനാണ്. പതുക്കെ പതുക്കെ കൊച്ചു സൂപ്പർവൈസറാക്കി എന്നെ മാറ്റി. ഇന്നൊരു വലിയ ബിസിനസ് ശൃംഖലയുടെ ചുമതല വഹിക്കുന്ന വ്യക്തിയാ. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞു പറയുകയാണ്, അച്ഛാ, എനിക്ക് ടിക്കറ്റ് എടുത്ത് തരാൻ എന്റെ അമ്മയുടെ കൈ പണമില്ലായിരുന്നു. അടുത്ത വീട്ടിൽ നിന്ന് കടം വാങ്ങിയ കൊല്ലത്തുനിന്ന് വരുന്ന ടിക്കറ്റ് എടുത്ത് എന്നെ അയച്ചത്. ഞാൻ എന്തെങ്കിലും ആയെങ്കിൽ ദൈവത്തിന്റെ കൃപയാ. മുംബൈ പട്ടണത്തിൽ അടിച്ചു പൊളിക്കാൻ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം പറയണ്ട. ജീവിക്കാൻ വേണ്ടി വന്നവരല്ലേ, ജീവിതം വഴിമുട്ടിയപ്പോൾ വന്നവരല്ലേ. എന്നാൽ ഇന്നോ ഒരു ഭാഗം മാത്രം ഞാൻ പറയാം, സമയമില്ലാത്തത് കൊണ്ട്. വിവാഹങ്ങൾ തന്നെ എടുക്കുക. പണക്കൊഴുപ്പല്ലേ. നമുക്ക് എവിടുന്ന് കിട്ടി സംസ്കാരങ്ങൾ? പ്രീ വെഡിങ് ഷൂട്ട്, ബ്രൈഡൽ ഷവർ, ബാച്ചിലേഴ്സ് പാർട്ടി, വൈൻ ടോസ്റ്റ്, കപ്പിൾ ഡാൻസ്, കസിൻസ് ഡാൻസ്, ഫ്രണ്ട്സ് ഡാൻസ്, പിന്നെ അപ്പന്റെ ഡാൻസ്, പിന്നെ അമ്മായിയപ്പന്റെ ഡാൻസ്. കഷ്ടം! From where you got this culture? അടിച്ചു പൊളിക്കുകയല്ലേ. 9 മാസം 9 ദിവസം 9 നിമിഷം ഉദരത്തിൽ പേറിയ പ്രാർത്ഥിച്ചുണ്ടായ നിന്റെ പൈതലിന്റെ വിവാഹത്തിന് പിന്നിൽ എത്ര പ്രാർത്ഥനയുണ്ട് അമ്മമാരെ, എത്ര കണ്ണുനീരുണ്ട്, ദൈവത്തോടുള്ള ആലോചനയുണ്ട്. നിന്റെ ഓരോ ആഘോഷങ്ങളിലും എത്ര സ്തോത്രമുണ്ട്.
ഇതെല്ലാം ഒരു കസ്റ്റമിന്റെ ഭാഗമായി. Now I will call upon Reverend so and so to come and invoke God's presence. അവക്ക് ആവശ്യത്തിന് തുണിയില്ല നിൽക്കുന്നവൾക്ക്. പ്രസൻസ് ഇൻവോക്ക് ചെയ്യാൻ വിളിക്കുന്നവർക്ക് വേണ്ട വിധത്തിൽ വസ്ത്രമില്ല. കഷ്ടം. പിന്നെ എന്തൊക്കെ പരസ്യമായിട്ട് കിസ് ചെയ്യണോ, കെട്ടിപ്പിടിക്കണോ, ക്യാമറാമാനാ പറയുന്നത് എങ്ങനെ ചെയ്യണം, അഭിനയിക്കണം, എന്ത് ചെയ്യണം, അതിലെല്ലാം റെഡിയാ. അവസാനം തള്ളയും തന്തയും കസിനും കുസിനും എല്ലാം കിടക്കണം. ഡാൻസാണ്, കൂത്ത. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. Do not follow the practices of the land of Egypt, where you used to live. നീ പാർത്ത മിസ്രൈം ദേശത്ത് നടപ്പ് പോലെയാകരുത്. Or follow the practices of the land of Canaan, where I'm taking you now. നീ പോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും ആകരുത്. നീ പാർത്ത ഈജിപ്തിലെ നടപ്പ്, നീ പോകുന്ന കനാനിലെ നടപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിന്റെ നടപ്പല്ല. എന്നിട്ട് പറയുന്നത്, you must not follow their customs because you have a different calling. You are called out. You are chosen. ഓ ഭൂതലത്തിലേക്ക് വെച്ച് എല്ലാ ജാതികളിലും മേന്മയുള്ള ജാതിയായി തമ്പുരാൻ നിന്നെ തെരഞ്ഞെടുത്തത് നീ ഈജിപ്ഷ്യനാകാൻ വേണ്ടിയല്ല, നീ കനാൻ നാട്ടുകാരനാകാൻ വേണ്ടിയല്ല. ഓ യു ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ്. 33.5 വയസ്സിൽ ചങ്കിലെ ചോര ഊറ്റിത്തന്ന് നിന്നെ മകനായി മകളായി നിന്നെ വിലയ്ക്ക് വാങ്ങിയ ഒരു തമ്പുരാനുണ്ട്. അവനെ അനുസരിച്ചൊരു ജീവിതം. നമ്മുടെ കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ കൃപയുടെ സെലിബ്രേഷൻ ആകട്ടെ. Let our marriages be the celebrations of grace of God. ദൈവം നടത്തിയതിനെ ഉച്ചേശ്വരം പ്രഘോഷിപ്പാൻ. ആഡംബരങ്ങൾ ആർഭാടങ്ങൾ ഒഴിവാക്കാൻ എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, തീരുമാനം എടുക്കാം. ഐ ചലഞ്ച് യു. എന്റെ കല്യാണത്തിന് ആഡംബരങ്ങളില്ല. എന്റെ കല്യാണത്തിന് ആഡംബരങ്ങളില്ല. Who will decide? മാർത്തോമാ മെത്രാപ്പോലീത്ത ഈ അടുത്ത സമയം നടത്തിയ ഒരു കല്യാണം കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ പോകുന്നതിന് മുമ്പേ മണവാളിനും മണവാട്ടിയും ചേർന്ന് തിരുമേനിയുടെ കയ്യിൽ ഒരു ചെക്ക് കൊടുത്തു. ഞാൻ തുകയൊന്നും പറയുന്നില്ല, ഒരു വലിയ ചെക്ക് കൊടുത്തു. തിരുമേനി, ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് കയറിയിട്ട് 2 വർഷമായുള്ളൂ. ഞങ്ങളുടെ ടൈത്ത് വേർതിരിച്ച് കല്യാണം അല്പം കൂടെ പണം സ്വരൂപിച്ച് ഞങ്ങൾ തയ്യാറാക്കിയതാണ്. 2 പേരും കൂടെ ഞങ്ങൾ ചെയ്തതാണ്. ഞങ്ങളുടെ ഒരു സേവിങ്സ് ആണ് തിരുമേനിക്ക് തരികയാണ്. തിരുമേനി, സാധുക്കളായ പെൺകുട്ടികളുടെ മിഷൻ ഫീൽഡിൽ ആർക്കെങ്കിലും കല്യാണം കഴിപ്പിക്കാനുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാ ഞാനത് കണ്ടോണ്ട് കൊടുക്കുന്നത്. എന്റെ ആയുസ്സിൽ ആദ്യമായിട്ടാണ് ഞാനത് കാണുന്നത്. കൊടുത്തിട്ടുള്ളവരുണ്ടായിരിക്കും, എനിക്കറിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൂ വിൽ ഡിസൈഡ്? ഈജിപ്ഷ്യനല്ല, മിസ്രൈമിനല്ല, നീ ദൈവവേദല. Let your celebrations be the proclamation of God's grace. വല്ലവനും കാണിക്കുന്ന പോലെ ചാടാനും തുള്ളാനും ചവിട്ട് നാടകം നടത്താനും പരിശ്രമിക്കുന്ന പരിശ്രമങ്ങൾ നമുക്ക് ഒഴിവാക്കാം. സമയം മുമ്പോട്ട് പോകുന്നു. 4-ാമത്തെ ഫലദായകത, ക്ഷമയുടെ ശക്തിയെ തിരിച്ചറിഞ്ഞവനാണ് ജോസഫ്. ഇന്നലെ രാത്രിയിലത്തെ ദൂതം അതായിരുന്നത് കൊണ്ട് ഞാൻ അധിക സമയം ആ ചിന്ത പങ്കിടാൻ ആഗ്രഹിക്കുന്നില്ല. 45-ാം അധ്യായം ജോസഫും സഹോദരങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനത്തിന്റെ അനുഭവം വ്യക്തമാക്കുന്ന അധ്യായമാണ്. ജോസഫ് ഉച്ചത്തിൽ കരയുകയാണ്. എന്തിനാ കൊട്ടാരത്തിൽ ജോസഫ് കരയുന്നത്? കരയേണ്ട യാതൊരു കാര്യമില്ല. ഫറവോൻ കഴിഞ്ഞാൽ 2-ാമത്തെ ആള് ജോസഫാണ്. എന്തിനാ കരയുന്നത്? അത് അനുരഞ്ജനത്തിന്റെ കണ്ണുനീരാണ്. The tears of forgiveness, tears of reconciliation. 45-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ എന്നെ വിറ്റതല്ല, നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞതല്ല, നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചതല്ല, നിങ്ങൾ എന്നെ നാശത്തിനായി ചിന്തിച്ചതല്ല. ഓ ഹല്ലേലൂയ. തന്നെ കൊല്ലാൻ, തന്നെ തള്ളാൻ, തന്നെ വിൽക്കാൻ, തന്നെ നാശത്തിനായി ആഗ്രഹിച്ച സഹോദരങ്ങളോട് ജോസഫ് പറയുന്നു, നിങ്ങൾക്ക് മുൻപേ ദൈവം എന്നെ ഈ മിസ്രൈമിലേക്ക് അയച്ചതാകുന്നു. ഹല്ലേലൂയ. നാം നിന്നാപാത്രമായി തീരാതിരിപ്പാൻ, നമ്മുടെ തലമുറ പട്ടുപോകാതിരിപ്പാൻ, നമ്മുടെ സഹോദരങ്ങൾ പട്ടിണി കിടന്ന് നശിക്കാതിരിക്കാൻ, എന്റെ പിതാവ് വ്യസനത്തോടെ മരിക്കാതിരിക്കാൻ, നമ്മുടെ ദേശം ശാപഗ്രസ്തമായി തീരാതിരിപ്പാൻ ദൈവം തമ്പുരാൻ ഒരുക്കിയ പദ്ധതിയാണിത്.
നിങ്ങൾ നാശത്തിനായി കരുതിയത് ദൈവം നന്മയ്ക്കാക്കി തീർത്തുവെന്ന് സഹോദരങ്ങളോട് ഏറ്റുപറഞ്ഞുകൊണ്ട് അവരോട് കണ്ണുനീരോടെ അനുരഞ്ജനപ്പെടുന്ന ഒരു ജോസഫ് ഈ പകൽക്കാലം നമുക്ക് മാതൃകയാകട്ടെ. പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, കോപമില്ലാത്ത, ക്രോധമില്ലാത്ത ക്ഷമയുടെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ജോസഫ് നിന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹി വാസ് എ ഫ്രൂട്ട്ഫുൾ വൈൻ നിയർ ദ സ്പ്രിംഗ്. ഹല്ലേലൂയ. ആരോടെങ്കിലും പകയുണ്ടോ പ്രിയരെ? വിദ്വേഷമുണ്ടോ? ബന്ധമില്ലെങ്കിൽ സന്തോഷമില്ല, ബന്ധമില്ലെങ്കിൽ ആരാധിപ്പാൻ അനുവാദമില്ല. നീ വഴിപാടുമായി യാഗപീഠത്തിൽ വരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നീ വഴിപാട് അർപ്പിക്കാൻ പാടില്ല. നീ വഴിപാട് താഴെ വെച്ചിട്ട് ആദ്യം പോയി നിന്റെ സഹോദരനോട് നിരക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വർഷിപ്പ്. അതാണ് ആദ്യത്തെ വഴിപാട്. ദാറ്റ് ഷുഡ് ബി ദി ഫസ്റ്റ് ഓഫറിംഗ്. നിന്റെ സഹോദരനോട് നിരക്കണം. സഹോദരനോട് നിരക്കാത്തവന് വഴിപാടിൽ പങ്കില്ല. സഹോദരനോട് നിരക്കാത്തവന് വിശുദ്ധ കുർബാന അനുഭവിപ്പാൻ അനുവാദമില്ല. പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ അയോഗ്യമായി അപ്പം തിന്നരുത്, പാനപാത്രം കഴിക്കരുത്, പാനപാത്രം കുടിക്കരുത്. നിന്റെ സഹോദരനോട് നിരക്കാതെ, സഹോദരനോട് ക്ഷമിക്കാതെ നീ ഒരു കാരണവശാലും കർത്താവിന്റെ മേശയിൽ പങ്കുകാരനാകാൻ നിനക്ക് അനുവാദമില്ല. അത് അയോഗ്യതയുടെ അനുഭവത്തിൽ ഉള്ള പങ്കുചേരലാണ്. അതിന് ശിക്ഷാവിധി ഉണ്ടെന്ന് പൗലോസ് പറയുവാൻ കാരണം അതാണ് പ്രിയരെ. ആരോടെങ്കിലും പകയുണ്ടോ? ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ? സഹോദരങ്ങൾ തമ്മിൽ, ഇടവക അംഗങ്ങൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, അയൽവക്കങ്ങൾ തമ്മിൽ, കൂട്ടായ്മക്കാർ തമ്മിൽ ആരോടെങ്കിലും വിരോധത്തോടെ ഇന്ന് പകൽക്കാലം ഈ വചന കൂടാരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ആ വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ അരികിൽ പോയി ഒരു ഹസ്തദാനം കൊടുത്ത് പറയണം, സഹോദര സഹോദരി ഞാൻ നിന്നോട് ക്ഷമിക്കുന്നുവെന്ന് പറയാൻ ധൈര്യം വേണം. അവിടെയാണ് കൺവെൻഷന്റെ ഫലദായകത. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അഞ്ചാമത്തെ ചിന്തയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മരണത്തിനായി ഒരുക്കപ്പെട്ടവന്റെ പേരാണ് ജോസഫ്. എ മാൻ ഹു പ്രിപ്പയർഡ് ഫോർ ഡെത്ത്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം ജോസഫിന്റെ മരണവൃത്താന്തം രേഖപ്പെടുത്തുന്ന അധ്യായമാണ്. തനിക്കിടയ്ക്ക് കയറ്റും മക്കളും സഹോദരങ്ങളും നിൽക്കുകയാണ്. കൊച്ചുമക്കളും ഉണ്ട്. 3-ാം തലമുറ വരെ കാണാൻ ഭാഗ്യം ലഭിച്ചവനാണ് ജോസഫ്. 110-ാമത്തെ വയസ്സിന്റെ ധന്യതയിലാണ്. 50-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ജോസഫിന്റെ അന്ത്യമൊഴിയാണ്. എന്താ ജോസഫിന്റെ അന്ത്യമൊഴി? ഐ എം അബൌട്ട് ടു ഡൈ. ഞാൻ മരിക്കുന്നു. ജോസഫിന്റെ മരണക്കിടക്കയിലും ഹി ഹാഡ് എ മെസ്സേജ് ടു കമ്മ്യൂണിക്കേറ്റ്. കാരണം അവൻ ജീവിച്ചപ്പോൾ സന്ദേശമുണ്ടായതുകൊണ്ട് മരിക്കുമ്പോഴും സന്ദേശമുണ്ടായിരുന്നു. ജീവിക്കുമ്പോൾ സന്ദേശത്തോടെ ജീവിക്കുന്നവർക്ക് നമ്മുടെ മരണവും ഒരു സന്ദേശമാക്കി മാറ്റാൻ കഴിയും. ജീവിക്കുമ്പോൾ സുവിശേഷമാകുന്നവർക്ക് മരണത്തെയും ഒരു ഗോസ്പലാക്കി മാറ്റാൻ കഴിയും. ഹല്ലേലൂയ. ജോസഫ് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഞാൻ മരിക്കുന്നു, എനിക്ക് മരണമുണ്ട്. ഞാൻ ഫറവോന് പ്രിയപ്പെട്ടവനാണ്. സ്നേഹപൂർവ്വം ഫറവോനെ വിളിച്ച പേര് സാഫ്നത്ത് എന്നാണ്. ഫറവോൻ ആ ദേശത്തൊരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ഫറവോന്റെ മുദ്രമോതിരമുണ്ട്, ഫറവോന്റെ സരപ്പുളിയുണ്ട്, ഫറവോന്റെ ഗ്രഹവിചാരകനാണ്, ഫറവോന്റെ രഥത്തിന്റെ അവകാശിയാണ്, ഈ ദേശത്ത് 2-ാം സ്ഥാനക്കാരനാണ്, എനിക്ക് വലിയ പദവിയും ആദരവും ഒക്കെയുണ്ട്. പക്ഷെ എനിക്കൊരു മരണമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സംസ്കാര ശുശ്രൂഷയിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. ഇന്ന് നാം വീടുകളിൽ സംസാരിക്കുന്നവരാകുന്നു, നാളെ ശവക്കുഴികളിൽ മൗനതയുള്ളവരാകുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. മരണത്തെ ധ്യാനിക്കേണ്ടത് ക്യാൻസർ വരുമ്പോഴല്ല, മരണത്തെ ധ്യാനിക്കേണ്ടത് റിട്ടയർമെന്റ് ലൈഫിന്റെ സമയത്തല്ല, മരണത്തെ ധ്യാനിക്കേണ്ടത് വെന്റിലേറ്റർ കഴിയുമ്പോഴല്ല. മരണം എന്റെയും നിങ്ങളുടെയും നിത്യമായ നിരന്തരമായ ഒരു ധ്യാനമായി തീരട്ടെ. ദൈവപുരുഷനായ മോശ അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് 90-ാം സങ്കീർത്തനത്തിൽ, ലോർഡ് ഹെൽപ്പ് us we pray to count our days. ദൈവമേ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണം ജ്ഞാനമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് തരണം. We live in a temporal home. ഞാൻ പാർക്കുന്നത് താൽക്കാലികമായ കൂടാരത്തിലാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാനുള്ള ദൈവകൃപ തരണമേ എന്ന് ഈ പകൽക്കാലം നാം പ്രാർത്ഥിക്കണം. ജോസഫ് പറയുന്നു, എനിക്ക് മരണമുണ്ട്. 2-ാമത്തെ മെസ്സേജ്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം
ഞാൻ മരിക്കുന്നു. ബട്ട് ഗോഡ്, ഹല്ലേലൂയ, എനിക്ക് മരണമുണ്ട്, എനിക്ക് രോഗമുണ്ട്, എനിക്ക് കഷ്ടതയുണ്ട്, എനിക്ക് പ്രതിസന്ധിയുണ്ട്, പക്ഷെ എനിക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് മരണമുണ്ടെങ്കിലും എനിക്കൊരു ദൈവമുണ്ട്. ദൈവത്തിന്റെ അറ്റുപോകാത്ത വാഗ്ദാനമുണ്ട്. ജോസഫിന് പറയാൻ അത് മാത്രമേ ഉള്ളൂ. ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ച്, നിത്യനായ ദൈവത്തെ കുറിച്ച്. He could proclaim about an unchanging God, as a sovereign God. മരണമില്ലാത്ത ഒരു ദൈവത്തെ കുറിച്ച്. സഹോദരങ്ങളെ, ഞാൻ മരിക്കുന്നു, 1. 2, ഞാൻ മരിക്കുന്നു, ദൈവം മരിക്കുന്നില്ല. 3, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം ബാക്കി നിങ്ങളെ സന്ദർശിക്കും. God is with you. എല്ലാ നാളും നിങ്ങളോട് കൂടെ. തന്റെ വാഗ്ദാനം പോലെ, ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. വാഗ്ദാനം പോലെ ജോസഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം, വേഴ്സ് 24, നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത് ദേശത്തെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. മരണക്കിടക്കയിൽ സുബോധത്തോടെ, വിത്ത് ഗ്രേറ്റ് കൺവിക്ഷൻ, ജോസഫ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, മക്കളെ, ഞാൻ മരിച്ചാലും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ മരിക്കുന്നില്ല. His promises are everlasting. His promises are eternal. Hallelujah. അവൻ വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഈ ദേശത്ത് നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അസന്നിഗ്ധമായി പറയാൻ, മരണക്കിടക്കയിലും സന്ദേശം പ്രഘോഷിച്ച് പ്രത്യാശയോടെ അത് അരുളി ചെയ്ത ഒരു ജോസഫിനെ നാം ഈ പകൽക്കാലം ധ്യാനിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്താ പറഞ്ഞത്? ബാക്കി 25-ാമത്തെ വാക്യം, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് ജോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. നിങ്ങളുടെ വേറെ പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ടെന്ന് നോക്കണം പ്രിയരെ, അത് അടിവരയിട്ടോണം. ജോസഫ് ആ വാഗ്ദാനം പ്രഘോഷിക്കുക മാത്രമല്ല, അത് അവരെ കൊണ്ട് സത്യം ചെയ്യിക്കുകയാണ്. എന്താ പറയുന്നത്? സത്യം എന്താണ്? നിങ്ങൾ ദൈവം സന്ദർശിക്കുമ്പോൾ എന്റെ അസ്ഥികളെയും കൂടെ നിങ്ങൾ വാഗ്ദത്ത നാട്ടിലേക്ക്, പ്രോമിസ് ലാൻഡിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയെങ്കിൽ ജോസഫ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞാൻ മരിക്കുമ്പോൾ എന്നെ മിസ്രയീമിന്റെ മണ്ണിൽ അടക്കാൻ പാടില്ല. എനിക്ക് വേണ്ടി ഒരു പിരമിഡ് പണിയാൻ, എനിക്ക് വേണ്ടി ഒരു പിരമിഡ് പണിയാൻ ഈ ഫറവോനോട് പറഞ്ഞാൽ അവൻ ഒന്നല്ല എത്ര പിരമിഡ് വേണ്ടത് എനിക്ക് വേണ്ടി പണിയാൻ അവൻ തയ്യാറാണ്. എനിക്ക് ഈജിപ്തിലെ, എനിക്ക് മിസ്രയീമിലെ ഒരു പിരമിഡ് വേണ്ട. ഹല്ലേലൂയ. എനിക്കൊരു പിരമിഡ് വേണ്ട. എനിക്ക് ഐ വാണ്ട് ടു റെസ്റ്റ് വിത്ത് മൈ ഫാദേഴ്സ് പ്ലേസ്. എന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കപ്പെടാൻ, വാഗ്ദത്തനാട്ടിൽ അടക്കപ്പെടാൻ എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് എന്നെ നിങ്ങൾ ഇവിടെ അടക്കം ചെയ്യരുത്. ഞാൻ മരിക്കുമ്പോൾ എന്നെ ഒരു പെട്ടിയിൽ വെച്ച് സുഗന്ധവർഗമിട്ട് എന്നെ നിങ്ങൾ സംരക്ഷിക്കണമെന്ന് ജോസഫ് പ്രത്യാശയോടെ പങ്കുവെക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ വാക്യം വായിക്കാതെ വേദഭാഗം, ഈ ധ്യാനം അവസാനിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ യോശുവയുടെ പുസ്തകം അവസാനത്തെ അധ്യായം 32-ാമത്തെ വാക്യം, യോശുവയുടെ പുസ്തകം അവസാനത്തെ അധ്യായം 32-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ജോസഫ് മരണക്കിടക്കയിൽ പറഞ്ഞ് ആ തീരുമാനം പ്രാവർത്തികമാക്കപ്പെടുകയാണ്. പ്രാക്ടിക്കൽ ഫെയ്ത്ത് ആണ് ഇന്നത്തെ വിഷയം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 32-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 24 വേഴ്സ് 32. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന ജോസഫിന്റെ അസ്ഥികളെ അവർ ശേഖേമിൽ, യാക്കോബ് ശേഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് ജോസഫിന്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവം തമ്പുരാൻ തന്റെ വാഗ്ദാനം പോലെ ജനത്തെ സന്ദർശിച്ച് മോശയിലൂടെ ജനത്തിന് വീണ്ടെടുപ്പ് നൽകിയപ്പോൾ, വിടുതൽ നൽകിയപ്പോൾ, കാഹളനാഥവുമായി മോശയുടെ സംഘം കനാൻ നാട്ടിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 4 പേർ ഒരു പെട്ടി ചുമക്കുന്നുണ്ട്. 4 പേർ ആ സംഘത്തിൽ ഒരു പെട്ടി ചുമക്കുന്നുണ്ട്. ലേവ്യ കൂട്ടമാണോ ആരാണെന്ന് അവിടെ പറയുന്നില്ല. 4 പേർ ചുമക്കുന്ന പെട്ടിയിൽ ആരാണുള്ളത്? അവരുടെ പിതാവായ, അവരുടെ പൂർവ്വപിതാവായ ജോസഫിന്റെ സുഗന്ധവർഗം പൂശിയ ആ ശവശരീരവുമായി, അസ്ഥികളുമായി കനാൻ നാട്ടിലേക്ക് വാഗ്ദത്ത നിവൃത്തിക്കായി കടന്നു പോകുന്ന ഒരു ജനത്തിന്റെ ആ യാത്രയുടെ കാഴ്ച നമുക്കൊന്ന്
കാണാൻ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവജനമേ, ഈ പകൽക്കാലം നമുക്കൊരു ഉറപ്പുണ്ടാകണം. നാം എന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടി വന്നാലും നാം തമ്പുരാന്റെ സന്നിധിയിൽ നിത്യകാനാനിൽ എത്തുമെന്ന് ഉറപ്പോടെ പോകാൻ കഴിയുന്നില്ലെങ്കിൽ നാം ഓടുന്നതും അധ്വാനിക്കുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ വട്ടപൂജ്യമാണെന്ന് ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ. നിത്യതയെ കുറിച്ചുള്ള ബോധ്യമില്ലാത്തവൻ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശയുള്ളവനെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്നറിയില്ല പ്രിയരെ. എന്ന് പോയാലും വീടില്ലാതെ പോകരുത്. ഇവിടെ 1-2 ഫ്ലാറ്റ് ഉണ്ടായിരിക്കാം. ഇവിടുത്തെ ഫ്ലാറ്റൊക്കെ കോടികളുടെ വിലയാണ്. നാട്ടിലും വീടുണ്ട്. പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ എറണാകുളത്ത് പോയി റെസ്റ്റ് ചെയ്യാൻ വേറെ ഫ്ലാറ്റും കാണും. നിത്യവീടിന്റെ പണി എവിടെ വരെയായി? എന്റെ ഭാര്യാപിതാവിന്റെ ജീവിത സാക്ഷ്യം ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. ജോൺ ജോസഫ് അച്ഛന്റെ ജ്യേഷ്ഠന്റെ സാക്ഷ്യം. TJ വർഗീസ് അച്ഛൻ ഈ സഭയിൽ 51 വർഷം ശുശ്രൂഷ ചെയ്ത വൈദികൻ 76-ാമത്തെ വയസ്സിൽ മാരകമായ ക്യാൻസർ ബാധിതനായി ലോകത്തുനിന്ന് മാറ്റപ്പെടുകയാണ്. ആരോഗ്യമോ കഴിഞ്ഞു, സുഖം പ്രാപിച്ചു. ഓടി നടന്ന് ഇരുന്ന പള്ളികളിലൊക്കെ അങ്ങോട്ട് പോയി, അങ്ങോട്ട് അച്ഛന്മാരെ വിളിച്ചു പറഞ്ഞിട്ട് ആ പള്ളികൾ പോയി സൗഖ്യത്തിന്റെ സാക്ഷ്യം നിർവഹിച്ചു. വീണ്ടും അവസാനമായപ്പോൾ 2014 ഒക്ടോബർ അവസാനമായപ്പോൾ വീണ്ടും രോഗം മൂർച്ഛിച്ചു. സ്കാനിങ്ങിന് വേണ്ടി വീണ്ടും വെല്ലൂരിൽ കൊണ്ടുപോകുന്നു. ഞാൻ പ്രിയ മകൻ ജോജി അറിയാവുന്നൊരു പലരും ഉണ്ട്. പൂന കിർക്കി പള്ളിയിലെ മെമ്പറാണ്. ജോജിയും ഞാനും കൂടെയാണ് പപ്പായെ കൊണ്ടുപോകുന്നത്. പെറ്റ് സ്കാനൊക്കെ എടുത്ത് ഡോക്ടർ റിസൾട്ട് ഇന്ന കിട്ടുമെന്ന് പറഞ്ഞു. പപ്പായെ പെറ്റ് സ്കാൻ കഴിഞ്ഞ് മുറിയിലേക്ക് അയച്ചു. ആൽഫ ബിൽഡിങ്ങിലാണ്. റൂം നമ്പർ ഞാൻ ഓർക്കുന്നില്ല. പെറ്റ് സ്കാൻ കഴിഞ്ഞ സമയം ഡോക്ടർ വിളിച്ചു. ചേംബറിൽ ചെന്നു. പെറ്റ് സ്കാന്റെ റിപ്പോർട്ട് വിശദമായി ഡോക്ടർ തലങ്ങും വിലങ്ങും പരിശോധിച്ചിട്ട് പ്രകാരം പറഞ്ഞു, അച്ഛൻ, വൈദ്യശാസ്ത്രത്തിന് ഇനിയൊന്നും ചെയ്യാനില്ല. പപ്പ ഒരച്ഛനല്ലേ, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. അച്ഛൻ പറഞ്ഞു മനസ്സിലാക്കണം. ഇനി ഒന്നും ചെയ്യാനില്ല. ഒരു പാലിയേറ്റീവ് കെയർ മാത്രം മതി. നിങ്ങൾക്ക് ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ ടിക്കറ്റ് കിട്ടുന്നതനുസരിച്ച് വീട്ടിലേക്ക് പോകാം. റിപ്പോർട്ട് വാങ്ങി ഞങ്ങൾ ആ വരാന്തയിലൂടെ മുറിയിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ ജോജി പറഞ്ഞു, അച്ഛൻ പറയണം ഈ റിസൾട്ടിന്റെ വിവരം പപ്പായോട്. ഞാൻ പറയത്തില്ല, മകൻ തന്നെ പറയണം. ഇല്ല, ഞാൻ പറയത്തില്ല, എനിക്ക് പറയാൻ ധൈര്യമില്ല അച്ഛാ, അച്ഛൻ തന്നെ പറയണം. അച്ഛൻ പറഞ്ഞാൽ മതി. അച്ഛൻ എന്നോട് അങ്ങനെ പറയരുത്, എനിക്ക് പറയാൻ വയ്യ. അവന്റെ കണ്ണു നിറഞ്ഞു. ഞാൻ പറയാം. മുറിയിൽ ചെല്ലുമ്പോൾ പപ്പ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പെറ്റ് സ്കാൻ റിസൾട്ട് കിട്ടിയിട്ട് ഇനിയും കീമോ വേണോ, സർജറി ചെയ്താൽ മാറും, എങ്ങനെയാണ് ഡോക്ടറിന്റെ റിപ്പോർട്ട് എന്ത് പറയുന്നു, ഇത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് പപ്പ. മുഖത്ത് നിരാശയൊന്നുമില്ല. ഒരു പുഞ്ചിരിയോടെ ഞങ്ങളോട് ചോദിച്ചു, അച്ഛാ എന്താ പറഞ്ഞു ഡോക്ടർ, റിസൾട്ട് എന്തിയെ കാണിച്ചേ? ഒരു വെള്ളമുണ്ടും വെള്ള ജുവായും ഒക്കെ ഇട്ട് ഒപ്പ ഇങ്ങനെ ഇരിക്കുകയാണ് കട്ടിലിൽ. ഞാൻ അല്പം വേദനയോടെ പറഞ്ഞു, പപ്പ ഇനി ഒന്നും ചെയ്യണ്ട, വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പ ഇനി ഒന്നും ചെയ്യണ്ട, വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പായിക്ക് അതിന് അർത്ഥം മനസ്സിലായി. ആ കൈ രണ്ടും ആ കട്ടിലെ മുറുക്കി പിടിച്ചു. ഒരു നിമിഷം തല കുനിച്ചു. മുഖമുയർത്തി മകനെയും ഭാര്യയെ നോക്കി ഇപ്രകാരം പറഞ്ഞു, എന്നാലാട്ടെ, വീട്ടിലേക്ക് പോകാൻ ഇനിയും ഒരുങ്ങാം. എന്നാലാട്ടെ, വീട്ടിലേക്ക് പോകാം, അതിനായി ഒരുങ്ങാം. നവംബർ മാസം 6-ാം തീയതി വീട്ടിലേക്ക് പോയി. ഈ ഭൂമിയിൽ നിശ്ചയമുള്ളത് ഒന്നേ ഉള്ളൂ പ്രിയരെ, തമ്പുരാന്റെ മടങ്ങി വരവാണ്. ഒരുങ്ങിയിട്ടുണ്ടോ? നിത്യത്തിലെത്തുമെന്ന് ഉറപ്പോടെ ആർക്ക് പറയാൻ കഴിയും? ഭക്തൻ പാടിയ പാട്ടിന്റെ വരികൾ എന്താണ്? എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ. എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ.
മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. എനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കിയേ, എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു, എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു. നാം ഇരിക്കുന്ന ഇടങ്ങൾ നമ്മുടെ തലകളെ ഒന്ന് വണക്കാം പ്രിയരെ. കർത്താവിനോട് പറയാം, കർത്താവേ, എന്നെ കുറിച്ച് നിനക്ക് വലിയ സ്വപ്നമുണ്ട്, എന്നെ കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് എന്നെ വെട്ടിക്കളയാതെ 70 ലക്ഷത്തിലെ ഒരാളായി തീരാതെ എന്റെ ആയുസ് ഈ ഭൂമിയിൽ ബാക്കിയാക്കിയത്. എന്നെ കുറിച്ച് നിനക്കൊരു വലിയ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. കർത്താവെ, ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ ആ പദ്ധതി നിറവേറാൻ വേണ്ടി എന്നെ ഇതാ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, എനിക്ക് കുറവുകളുണ്ട്, എനിക്ക് പോരായ്മയുണ്ട്, എനിക്ക് പരിമിതിയുണ്ട്, ഞാൻ തോറ്റുപോകുന്നവനാണ്. കർത്താവേ, എങ്കിൽ പോലും ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ എന്നെ തന്നെ സമ്പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു. പ്രലോഭനങ്ങളെ അതിജീവിപ്പാൻ, പാപത്തെ പാപമായി കാണാൻ, അതിൽ നിന്ന് പറന്നുയരാൻ, അകന്നു പോകാൻ, അതിന് ശിക്ഷയെ ഭയക്കുവാൻ ഉള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഒത്തിരി ഉയർത്തി നീ, ഒത്തിരി സമ്പത്ത് തന്നു. ഞങ്ങളന്ന് വന്ന് പാർത്ത വീട് ഞങ്ങൾക്കറിയാം. ഒറ്റമുറിയിലായിരുന്നു, ഷെയറിങ്ങിലായിരുന്നു, സ്ലമ്മിലായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. കർത്താവേ, ഒരു തകരപ്പെട്ടിയുമായി വന്നതാണ്, ഒന്നും പ്രതീക്ഷിച്ച് വന്നതല്ല. ഞങ്ങൾക്ക് നല്ല വീടുണ്ട്, ഒന്നല്ല പല വീടുകളുണ്ട്. ഞങ്ങളുടെ മക്കളൊക്കെ ഇവിടെയല്ല, അവർ UK-യിലും അമേരിക്കയിലും ഒക്കെ പഠിക്കാൻ, അവരെ അങ്ങനെ വിട്ട് പഠിപ്പിക്കാൻ തക്കവണ്ണമുള്ള പ്രാപ്തിയും പ്രാഗൽഭ്യവും സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ യാത്രയുടെ വാഹനങ്ങൾ ഞങ്ങൾ സ്വപ്നം കണ്ട വാഹനങ്ങളല്ല. കർത്താവേ, ഞങ്ങളുടെ ആഘോഷങ്ങൾ അഹന്തയുടെ ഇടങ്ങളായി മാറുന്ന കുറവ് ക്ഷമിക്കണം. അത് കൃപയുടെ ആഘോഷങ്ങളാക്കി മാറ്റാൻ കൃപ ചെയ്യണം. ക്ഷമിക്കാൻ ബലം തരണം കർത്താവേ, ക്ഷമിക്കാൻ ബലം തരണം, പൊറുക്കാൻ മനസ്സ് തരണം. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവേ. ഞങ്ങളുടെ വീട് വിട്ടു പോകേണ്ടി വരുമ്പോൾ ഞങ്ങൾ വീടില്ലാത്തവരായി തീരരുത്. ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോകരുത്. നിത്യഭവനം ഞങ്ങൾക്ക് നഷ്ടമായി പോകരുത്. കാംക്ഷയോടെ നമുക്ക് ഈ വചനത്തിന് മുമ്പ് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാമോ പ്രിയരെ? ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് അങ്ങനെ പറയുന്നു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. ആരും കാണാനോ ആരും കേൾക്കാനോ ആരും അറിയാനോ റിപ്പോർട്ട് എഴുതാനോ ഒന്നുമല്ല. ഓ തമ്പുരാനുമാർ ഉടമ്പടി ഒന്ന് പുതുക്കാൻ വേണ്ടി, ഓ ടു റിന്യൂ മൈ ഹൗസ്, ഹൃദയമെന്ന് സന്തോഷം. ഞങ്ങളെ വെട്ടി കുറിച്ച് സഹവൈദികരിലൂടെയുണ്ട്, എന്റെ സഭയിലൂടെയുണ്ട്, ഓ ഈ ദൈവജനത്തിലൂടെയുണ്ട്. ഞങ്ങളുടെ തലമുറകളിലൂടെ നിനക്ക് പദ്ധതികളുണ്ട് കർത്താവേ. അത് നിറവേറ്റാൻ കൂടെ ഇരിക്കുമെന്ന് വാഗ്ദാനം തന്നതിനായി സ്തോത്രം. ഞങ്ങളെ ഇതാ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രലോഭനങ്ങൾ ഒത്തിരിയുണ്ട്, പാപസ്വാധീനങ്ങൾ ഒത്തിരിയുണ്ട്, വീണുപോകുന്ന മേഖലകൾ ഒത്തിരിയുണ്ട്, കുറ്റബോധത്തോടെ ജീവിക്കേണ്ട ഇടങ്ങളുണ്ട് കർത്താവേ. പാപത്തെ പാപമായി കാണാൻ, ഓടിപ്പോകാൻ, അകന്നു പോകാൻ, അതിനെ ക്രൂശിക്കാൻ കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉയർച്ചകളിൽ ഞങ്ങൾ അഹങ്കരിച്ചു പോയി. ഓ ഞങ്ങൾ അഹങ്കരിച്ചു പോയി കർത്താവേ, നിന്നെ മറന്നുപോയി. നിനക്ക് കണ്ണുനീരോടൊരു സ്തോത്രം പറയാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ വേദികളിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ വിവാഹ വേദികൾ ഞങ്ങൾക്കൊരു സാക്ഷ്യം പറയാൻ കഴിഞ്ഞിട്ടില്ല.
അവിവാഹ വേദികൾ ഒരു വേദപുസ്തകം തുറന്ന് ഒരു സങ്കീർത്തനം വായിക്കാൻ ഞങ്ങൾക്ക് മനസ്സുണ്ടായിട്ടില്ല. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ആഘോഷങ്ങൾ കൃപയുടെ സെലിബ്രേഷൻസ് ആയി മാറാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കാൻ പലരും ഉണ്ട് കർത്താവേ. ക്ഷമയുടെ ആത്മാവ് ഞങ്ങൾ നിറയ്ക്കണമേ. ഒരു നാൾ ഞങ്ങളെ ഈ ലോകത്ത് നിന്ന് മാറ്റുമ്പോൾ, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ, കർത്താവേ, ഞങ്ങൾ നിത്യതയുടെ അവകാശികളായി തീരാൻ, ഓ ഹല്ലേലൂയ, എന്റെ രാജാവ് എഴുന്നള്ളുമ്പോൾ ശോഭകരും രാജ്ഞിയായി മാറിൽ എന്നെ ചേർക്കുമെന്ന് ഭക്തൻ പാടിയതുപോലെ ഞങ്ങൾ പാടാൻ, നിന്നെ മാറിൽ ചേരാൻ, നിത്യമണിയറയുടെ അവകാശികളായി തീരാൻ, ഹല്ലേലൂയ, മണവാളനോടൊപ്പം നിത്യകാലം പാർക്കാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഫലദായകമായ വിശ്വാസം ഞങ്ങളുടെ വിശ്വാസമാക്കി തീർക്കണം. എല്ലാ മഹത്വവും കർത്താവിന് സമർപ്പിക്കുന്നു. മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണതോ നീ കേൾക്കുമാറാകണമേ. എല്ലാവർക്കും ഇരിക്കും.